പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ സന്ധ്യാസമയത്തിനെ അടിയങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിപ്പാനും പ്രവചനങ്ങൾ ശ്രവിപ്പാനും സ്വർഗം ഞങ്ങളെ സഹായിച്ചു. കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു. ഇന്നും പരിശുദ്ധ പിതാവേ, ഗാനങ്ങൾ ആലപിച്ചു ഞങ്ങളുടെ വലിയ നാമത്തെ ഉയർത്തുവാൻ ഈ പ്ലാറ്റ്ഫോമിനെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. ജോൺസ് പാസ്റ്ററിനെ കുടുംബത്തെ താഴ് സമർപ്പിക്കുന്നു. കാർമൽ ചർച്ചിനെ താഴ് സമർപ്പിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ശിവന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് വചനം സംസാരിക്കുന്ന താവിന്റെ ദാസൻ ഗ്ലോറിഫൈ ഗോഡ് ബ്ലേസ് രാജ് പാസ്റ്റർ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. ഗാനാലാപങ്ങൾ നടത്തുന്ന ശുശ്രൂഷിക്കുന്ന ആ കുടുംബത്തെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഐകമത്യത്തോടുകൂടി ഒരേ മനസ്സിൽ അങ്ങയുടെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം ഇന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ഞങ്ങൾ പ്ലാറ്റ്ഫോമിനെ അനുഗ്രഹിക്കുന്നു. എല്ലാ നെറ്റ്വർക്കും പെർഫെക്റ്റ് ആയിരിക്കട്ടെ. എല്ലാ ഗ്ലോറിഫൈ ഡിവൈസസും പെർഫെക്റ്റ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിപ്പാൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഇസ്രായേലിന്റെ നായകനെ വാഴ്ത്തി സ്തുതിക്കുവാൻ സ്വർഗം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില എന്തെങ്കിലും ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിച്ച് ചിലർ ചെയ്യുന്ന ആ കുബുദ്ധികളെ യേശുവിൻ്റെ നാമത്തിൽ എന്നേക്കുമായി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗമതി ചെയ്യണം. കാലഗതികളെ നിർണ്ണയിക്കുന്നവൻ അങ്ങ് ആയിരിക്കുന്നതിനാൽ അങ്ങേ വാഴ്ത്തുന്ന രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴ്ക്കുകയും ചെയ്തവൻ അങ്ങായിരിക്കുന്നതിനാൽ അങ്ങേ അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ആ വിഷയത്തെ താഴ്സമർപ്പിക്കുകയാണ്. യെരൂശലേമിന്റെ സമാധാനത്തിന് വേണ്ടി അടങ്ങി അപേക്ഷിക്കുന്നു. സ്വർഗം താങ്ക് യു അങ്ങളെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർമ്മേൽ അസംബ്ലി ദൈവസഭയുടെ നടക്കുന്ന ഈ ഹല്ലേലൂയ പ്രാർത്ഥനാ വാരത്തിന്റെ അവസാന രാത്രിയിലെ മീറ്റിംഗിലാണ് ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയുടെ ആരും വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് പ്രാരംഭ സമയങ്ങൾ ദൈവത്തെ പാടി ആരാധിപ്പ സമയമാണല്ലോ. എല്ലാ മഹത്വത്തിന് യോഗ്യനായ, എല്ലാ പുകഴ്ച യോഗ്യനായ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് മാത്രം. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു, ഇത്രത്തോളം നമ്മെ പുലർത്തി. ഹല്ലേലൂയ. നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ മാനിച്ച സ്നേഹത്തിൽ വലുതാണ്. കരങ്ങളെ കേൾപ്പിക്കാം. ശേഷം ഇന്ന് രാത്രി ആരാധനാ സമയം ലീഡ് ചെയ്യുവാൻ ദാസന്മാർ പ്രിയ ബ്രദർ സോളമൻ നമ്മുടെ മധ്യേ വന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ സ്വത്രം 2 ദിവസമായി ഹല്ലേലൂയ നമ്മുടെ മധ്യയോട് ഇന്നും ആ പ്രിയ ടീമാണ് നമ്മുടെ ആയിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വന്ന ആരാധന ലീഡ് ചെയ്ത പ്രിയ സഹോദരൻ നന്ദിയും സ്നേഹവും ദൈവസഭയുടെ പേരിൽ ഞങ്ങൾ അറിയിക്കാൻ ദൈവത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട ചേർന്ന് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. വർഷം ലീഡ് ചെയ്യാൻ കഥാവരാസന്മാരെ ഞാൻ ക്ഷണിക്കുന്നു. വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. എന്നുമേകി വന്നിടും എന്റെ പ്രാണനായക, അങ്ങേ കാണാൻ ആശയേറുന്നേ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർഗ്ഗവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ലോകവെയിലെറ്റതാ വാടി തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ലോകവെയിലെറ്റതാ വാടി തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദാരകൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. കേദാരകൂടാരങ്ങളെ സോളമൻ തിരശിലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ.
താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ഷാരോണിയിലെ പനിനീർപ്പൂ താഴ്വരയിലെ താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളെത്തിയ സൈന്യം പോൽ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കൊടികളെത്തിയ സൈന്യം പോൽ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. നാടത് ശോകമില്ല വീടത് എന്നു വന്നു ചേർത്തിടും പ്രിയ. നമുക്കൊരുമിച്ച് ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. എന്നെ തേടി നീ മണ്ണിൽ വന്നോ, എന്നെ തേടി നീ ജീവൻ ജീവൻ തന്നു. ഹീനനാകും എന്നെ കോടി സ്തോത്രം കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു അധികമുണ്ട് അറിവു അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണയ്ക്കണേ, അറിഞ്ഞു നീ എന്നരികിലെന്നെ ചേർത്തണയ്ക്കും എന്നെ താങ്ങും നല്ല നാഥനേ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകയിൽ, തോൽവി കാൽവരി വിജയം കാൽവരിയിലെന്നെ ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സേനയാലല്ല സ്നേഹത്താലല്ലോ, സ്നേഹത്താലല്ലോ ജയഗ
കിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ, ജയകിരീടം അണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ ഹല്ലേലൂയ, ഒരുമിച്ച് പാടിയാണ്ട്. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കു തീരുമന്നു മാത്രമെൻ വിഷാദങ്ങൾ, ശരിക്കു തീരുമന്നു മാത്രമെൻ വിഷാദങ്ങൾ. പിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം, അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാ, ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണം ഹൃദയവാഞ്ചയാ, ദൈവദൂതർ കൂട്ടത്തിൽ സ്നേഹിതരെ കാണാം. അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം, അങ്ങുമെന്നേക്കും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. രക്ഷിതാവു രാജാവായി അതിരിക്കിൽ വാഴുന്നു, ഗീതമായി എത്ര ഇമ്പമായി എപ്പോഴും കേൾക്കുന്നു. രക്ഷിതാവു രാജാവായി അതിരിക്കിൽ വാഴുന്നു, ഗീതമായി എത്ര ഇമ്പമായി ഇപ്പോഴും കേൾക്കുന്നു. അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം, അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന വിശുദ്ധന്മാരുടെ വിശുദ്ധരുടെ സംസർഗം വാടാത്ത കിരീടം, ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. കൂടെ സംസർഗം വാടാത്ത കിരീടം, ചൊല്ലിത്തീരാത്ത ആനന്ദം എത്ര വാഞ്ചിതം. അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഈ സ്വർഗരാജ്യമാകുമെൻ വചത്ത നാടതിൽ എന്നാത്മാവെന്നും ഈറിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. ഈ സ്വർഗരാജ്യമാകുമെൻ വചത്ത നാടതിൽ എന്നാത്മാവെന്നും ഈറിപ്പാൻ കാക്ഷിക്കുന്നു എന്നിൽ. അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം, അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. എന്നെ തേടി നീ മണ്ണിൽ വന്നു, എന്നെ തേടി നീ മണ്ണിൽ വന്നു. എന്നെ സ്നേഹിപ്പാൻ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ ജീവൻ തന്ന. അറിവുകേടുകൾ അധികമുണ്ടെങ്കിൽ, അറിവുകേടുകൾ അധികമുണ്ടെങ്കിൽ അറിഞ്ഞു നീ എന്നരികിൽ എന്നെ ചേർത്തണയ്ക്കണേ, അറിഞ്ഞു നീ എന്നരികിൽ എന്നെ ചേർത്തണയ്ക്കണേ. ഓ തോൽവിയുള്ളൂ എന്നിലോർക്കുക, സ്നേഹത്താലല്ലോ സ്നേഹത്താലല്ലോ ജയകിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ, ജയകിരീടമണിഞ്ഞു വാഴും രാജൻ നീയല്ലോ. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ പ്രത്യാശയോടെ പാടിയാട്ടെ. കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ ഒരിക്കൽ കൂടെ, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കും തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ, ശരിക്കും തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ. അങ്ങുമെന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം, അങ്ങുമെന്നേക്കും
കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. സ്വർഗരാജ്യ നിരൂപണം ഹൃദയവാഞ്ചയായി ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. അങ്ങും എന്നേക്കും ഒരുമിച്ച് കൈകൾ ഉയർത്തി ഹല്ലേലൂയ. പാർക്കും നമ്മളെല്ലാം. അങ്ങും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ 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 പാർക്കും നമ്മളെല്ലാം. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഓ റബവശതരദിരികന ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. യേശുവേ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ, യേശുവേ അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വേണ്ടത് വിടുതൽ പ്രാപിക്കട്ടെ, ജനം വിടുതൽ പ്രാപിക്കട്ടെ. അപ്പാ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ജോൺസൺ കെ, ബ്രദർ സാംജി എന്നിവരോടുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയൊരു കറണ്ട് പ്രോബ്ലം ഉണ്ടായി, എല്ലാവരും സാധനം ക്ഷമിക്കണമേ എന്ന് അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. താങ്ക് യു ദേവദാസന്മാരെ. ഹല്ലേലൂയ. ബ്രദർ സോളമൻ ആൻഡ് ബ്രൈറ്റ്, ഹല്ലേലൂയ. നിങ്ങൾ നന്ദി സ്നേഹം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഞങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാവും, നാട്ടിൽ നല്ല മഴയും ഒക്കെ ആണല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഹല്ലേലൂയ സൗകര്യങ്ങളൊന്നും കണക്കിടാതെ ദൈവത്തെ സന്നിധിയിൽ പാടി ആരാധിക്കുന്നതിന് കാണിച്ച സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നത് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിൽ കൂടി വന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗമണ കർത്താവായ യേശു നാമ സ്നേഹം അറിയിക്കുന്നു. വിശിഷ്ടാൽ ഈ ഒരാഴ്ച ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ദൈവത്തിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതൽ തുടങ്ങിയ ഈ മീറ്റിംഗ് ഹല്ലേലൂയ ശുദ്ധം നമ്മുടെ ഈ നൈറ്റ് സെഷൻ ഈ രാത്രി അവസാനിക്കുകയാണല്ലോ. നാളെ വിശുദ്ധ ആരാധന കൂടി ഈ പ്രാവശ്യത്തെ മീറ്റിംഗിന്റെ പര്യാപ്തത്തെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രിയിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു സ്വാഗതം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ രാത്രികാലം ആയിരിക്കാം. തുടർന്നുള്ള ദൈവിക ശബ്ദങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. ദേശത്തിന്റെ വിതരണങ്ങളിൽ പരക്കെ നല്ല ശക്തമായ മഴയുണ്ട്. എങ്കിലും അതിനൊക്കെ നടുവിൽ പല തടസ്സങ്ങൾ ഉണ്ടായി തന്നെ എങ്കിൽ തന്നെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നല്ലോ. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ രാത്രികാലത്തിലായിരിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷ ആരാധന ഒക്കെ അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് സംസാരിക്കുവാൻ. ഹല്ലേലൂയ. അത് കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു പ്രദർശനമായി ഈ രാത്രി മാറുവാൻ ഇടയാകട്ടെ. ദൈവം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ആത്മാ നിറവോടെ ഹല്ലേലൂയ അധികാരത്തോടെ വചന സംസാരം ഇടയാകുമാറാകട്ടെ. അത് കേൾക്കുന്ന ഹൃദയങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസം ധൈര്യമായി തീരുവാൻ ഇടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ രാത്രികാലമായിരിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദയവായി പ്രിയ ബ്രദർ ഷെറിനെ ദയവായി ശബ്ദം ഉയർത്തി ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങളെ അതുപോലെ തുല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മീറ്റിംഗിന്റെ കർത്താവെ അവസാന രാത്രിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട 5 ദിനങ്ങൾ ഞങ്ങൾ കടന്നു പോകാൻ കർത്താവ് ഇടയാക്കാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മാറ്റമില്ലാത്ത ദൈവിക സന്ദേശങ്ങൾ, ദൈവിക വിടുതലൊക്കെ കാണുവാൻ കർത്താവ് അങ്ങ് ഇടയാക്കാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. ഈ പ്രയർ മുഖാന്തരം കർത്താവ് അനേകർ ജീവിതത്തിൽ മാനസാന്തരങ്ങൾ, അല്ലെങ്കിൽ വിടുതലുകളെ, ജീവിതത്തിനൊരു പരിവർത്തനങ്ങളൊക്കെ വന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. കഴിഞ്ഞ 5 രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും ഞങ്ങൾക്ക് കേൾക്കുവാൻ, ദൈവിക വചനത്തിൽ ഒന്നുകൂടെ ഞങ്ങളെ ഊന്നുവാൻ കർത്താവെ ഇടയാക്കാനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ദൈവവചനം സംസാരിക്കുന്ന ബ്ലേസ് പാസ്റ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാറ്റമില്ലാത്ത ദൈവിക സന്ദേശം ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കർത്താവെ കിട്ടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക വളരെ പ്രതീക്ഷയോടെ വാഞ്ചയോടെ കടന്നു വന്നിരിക്കുന്ന ജനങ്ങളെ കർത്താവെ
നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവിക വിടുതൽ കണ്ടു ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ കർത്താവെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെത്തക്ക സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ, ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസനെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ദാസൻ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ, ഒരു ദൈവിക ഇതുവരെ താൻ സംസാരിച്ചിട്ടില്ലാത്ത ദൈവിക സന്ദേശങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വം അങ്ങേക്ക് തരുന്ന കർത്താവെ, ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സെൻ ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സമയങ്ങൾ ദൈവസൂക്ഷ സമയമാണല്ലോ. ഈ രാത്രി ദൈവാനുസൂക്ഷിപ്പാൻ ക്ഷണികദാസൻ പ്രിയ ബ്ലേസ് രാജുവിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണപ്രകാരം ഈ മീറ്റിംഗ് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. UK നിന്നാണ് തന്നെ നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. UK ആരോണിലുള്ള IPC ശാലം ചർച്ചിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഈ പ്രവർത്തനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് എടുത്തതിനാൽ ഉപയോഗിക്കുന്നത്. ഈ പ്രവർത്തനം ഒരു പ്രാർത്ഥനാ മനുഷ്യമാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തല്ലാസോട് കേൾക്കുന്നത് കഴിഞ്ഞ രാത്രി സമയങ്ങളൊക്കെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറയുണ്ടായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, തന്റെ പ്രാർത്ഥനാ മുറിയിൽ കേട്ട ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി നമ്മുടെ ആദ്യം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അത് ആഴമായി പതിയണം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ തന്റെ വചനത്തെ ഉറപ്പിച്ചു പോയി എന്ന് ഹല്ലേലൂയ വചനം വായിക്കുന്ന പോലെ ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ ബുദ്ധിയുടെ നല്ല ആത്മാവിന്റെ ഒരു വലിയ പ്രദർശനമായി കാണുവാൻ നമുക്കിടയാകട്ടെ. ായിരിക്കാം. ഹല്ലേലൂയ. വളരെ ആദരവോടെ ബഹുമാനത്തോടെ കർത്തൃത്വത്തിനെ ഞങ്ങൾ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി ഹല്ലേലൂയ ഞാൻ സമയം വേർതിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വത്സ സഭയിലെ ദൈവദാസൻ പ്രിയ ബ്രദർ സാംജി ബ്രദറിന്റെ ബ്രദറിലോയും കൂടിയാണ്. ഹല്ലേലൂയ. സാംജി ബ്രദറാണ് ഈ ദൈവദാസൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ സ്നേഹത്തോടെ അറിയിക്കുന്ന ദൈവദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ജോൺസൺ പാസ്റ്ററെ, ഓഡിബിൾ ആണോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? കുറച്ചുകൂടെ ഓളിയും കിട്ടിയ നല്ലതായിരിക്കും ശബ്ദം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം, കുഴപ്പമില്ല. കർത്താവിൻ്റെ അതിശ്രേഷ്ഠ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കഴിഞ്ഞ ചില മണിക്കൂറുകൾ ദൈവപാദപീഠത്തിങ്കൽ വചനം കേൾക്കുവാനും പാടുവാനും ആരാധിപ്പാനും ഒക്കെ കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവം ഇടയാക്കുന്നു. എളിവനെയും ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ ദൈവം നിർത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് അർപ്പിക്കുന്നു. കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ കർമ്മേലേജി ചർച്ചിൽ സജീവാംഗമായിരിക്കുന്ന എൻ്റെ ബ്രദറിലോ പ്രിയ സാംജി തരകൻ ആൻഡ് ഫാമിലി, അപ്പോൾ തന്നെ ഞങ്ങളുടെ അങ്കിൾ ജോയ് അങ്കിൾ കുടുംബം ഒക്കെ പങ്കെടുക്കുന്നതായി ഈ സഭയിൽ 1-2 പ്രാവശ്യം നേരിൽ വരുവാനും ദൈവവചനം സംസാരിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഒരിക്കലൂടെ ഇങ്ങനെ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചനം സംസാരിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതിന് എന്നെ ക്ഷണിച്ച ഇപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ കൂടെ ആയിരിക്കുന്ന കർത്താവിൽ ശ്രേഷ്ഠനായിരിക്കുന്ന റവറൻ ജോൺസൺ കെ മുംബൈ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ അറിയിക്കുന്നു. എൻ്റെ സ്നേഹിതൻ കൂടിയായിരിക്കുന്ന ഷെറിൻ ഈ മീറ്റിങ്ങിനകത്തിൽ സംബന്ധിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വന്ദനത്തെ അരുളുന്നു. അനേക ദൈവദാസന്മാരെ ഞാൻ ഈ കൂട്ടായ്മയിൽ കാണുന്നു. എനിക്ക് മുൻപായി ഗാനങ്ങൾ ആലപിച്ച ക്രിസ്ത്യൻ വർഷിപ്പ് കൊച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ടീമിന് ക്രിസ്തുവിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഹോദര കുടുംബങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹിതൻ കൂടിയായിരിക്കുന്ന UK മറ്റൊരു സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റിജോ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതായി കാണുന്നു. അനുഗ്രഹീതരായ മറ്റ് ദൈവദാസന്മാർ പലര് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നു. എല്ലാ കർത്തദാസന്മാരെയും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. മറ്റ് ദൈവദാസിമാർ കുഞ്ഞുങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠതയോ വലിയ പുണ്യപ്രവർത്തികളോ ഒന്നും എന്നിൽ പറയുവാനില്ല. എന്നാൽ ദൈവവചനം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സാദരം ക്ഷണിക്കുന്നു. നമുക്കറിയാം സൂം പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് ഒത്തിരി പരിമിതികളുണ്ട്. നെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായാലൊക്കെ വേണ്ടതുപോലെ സന്ദേശം കൈമാറാതെ പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എല്ലാത്തെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇതിനെയും ഡിവൈസുകളെയും നിയന്ത്രിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ആദ്യോടന്തം എന്നോട് കൂടെ സഹകരിക്കണമെന്ന് ക്രിസ്തുയേശുവിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമുക്ക് ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാൻ കഴിയുമെങ്കിൽ
ഏറ്റവും സൗകര്യമായിരിക്കും 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 25-ാമത് വാക്യം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. താങ്ക് യു. എൻ്റെ സിസ്റ്ററാണ് ബൈബിൾ വേഴ്സ് വായിച്ചത് അമേരിക്കയിൽ നിന്ന്. പ്രിയ സഹോദരിയും ക്രിസ്തുയേശുവിൽ വന്ദനമരുളുന്നു. ഞാൻ കണ്ടിരുന്നില്ല, ഇപ്പോൾ വായിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്. താങ്ക് യു. എനിവേ, ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യമാണ് ഇന്ന് രാത്രിയിലത്തെ വേദചിന്തയ്ക്കായി വായിച്ചത്. കഴിഞ്ഞ രാത്രികളിലൊക്കെ ശക്തമായ ദൈവിക ആലോചനകൾ വ്യക്തിപരമായും കുടുംബപരമായും സഭയായും നമ്മൾ പ്രാപിപ്പാനിടയായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് ഈ കൂട്ടായ്മയുടെ അവസാന രാത്രി യോഗമാണല്ലോ. വളരെ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവപാദപീഠത്തിങ്കലായിരിക്കാം. ദൈവത്തിന് നമ്മുടെ സാഹചര്യങ്ങൾ നന്നായി അറിയാം. സങ്കീർത്തനം 107:20 കാണുന്നു, അവൻ വചനം അയച്ച് അവരെ വിടുവിക്കും. ഇന്ന് ഞാൻ UK-യിലാണ് ഇരിക്കുന്നത്, ലണ്ടനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ, മാൾട്ടയിൽ എൻ്റെ സഹോദരി ജസ ചേച്ചി ഉൾപ്പെടെയുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള അനേക പ്രിയപ്പെട്ടവർ ഇതിനകത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ദുബായിൽ നിന്നും മുംബൈയിൽ നിന്നും ഒക്കെ സംബന്ധിക്കുന്നവരുണ്ട്. കർത്താവ് നമ്മളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ പറയുന്ന ഈ സ്ഥലത്തില്ല എങ്കിലും നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്, ആ വോയിസ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ കഴിയുന്നുണ്ട്. ദൈവവചനം ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭക്തനിലൂടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. ആമേൻ. വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവർക്കോ എൻ്റെ ഇപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവർക്കോ പുറത്ത് ഞങ്ങൾക്ക് തൊട്ടടുത്ത് റോഡുണ്ട്, റോഡിലൂടെ പാസ് ചെയ്യുന്നവർക്കോ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും വിദൂരങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈസിയായി കേൾക്കാൻ കഴിയുന്നത് ഇവരാരും അറിയാതെ വായുമണ്ഡലത്തിലൂടെ കണക്ഷനുകൾ ഉള്ളത് കൊണ്ട്. ആമേൻ. ശാസ്ത്രലോകം വളർന്നതിൻ്റെ പരിണിത ഫലമായി നിങ്ങൾക്ക് ഈസിയായി അത് കേൾക്കാൻ കഴിയുമെങ്കിൽ ഈ ശാസ്ത്രം നിർമ്മിച്ച മനുഷ്യനെ നിർമ്മിച്ച കർത്താവ് ഹല്ലേലൂയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തനിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വചനം അയക്കപ്പെടും. ഇന്ന് രാത്രിയിലും ഈ വചനം അവിടെയും ക്രിയ ചെയ്യും. നിങ്ങളായിരിക്കുന്ന ഭവനമായിരിക്കാം, ജോലി മേഖലയായിരിക്കാം, എവിടെയാണോ അവിടേക്ക് ഈ വചനം അയക്കപ്പെടും. ഒരുപക്ഷെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷേ ആത്മമണ്ഡലത്തിന് അനുഭവീയമായി തീരുവാനിടയായി തീരും. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വചനം പറയുന്നു, അത് അയക്കുക മാത്രമല്ല, ആമേ ഹല്ലേലൂയ, അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യും. എന്താ പ്രവൃത്തി? ആമേ ഹല്ലേലൂയ, കുഴിയിൽ കിടക്കുന്നവരെ പുറത്തെടുക്കുവാൻ കഴിയുന്നതാണ് വചനം. ഹല്ലേലൂയ. വിടുതൽ വേണ്ടവർക്ക് വിടുതൽ തരുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്നു രാത്രിയിലും ആരും അറിയാതെ ഏതെങ്കിലും ഒക്കെ മേഖലകളിൽ തകർന്നു പോയെന്ന് അവൻ ഇനിയൊരിക്കലും പുറത്തു വരികയില്ലെന്ന് വിധി എഴുതിയ കുഴിക്കകത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ വചനം മതിയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിന് എക്സ്പേർട്ടായിട്ടുള്ള വേറെ ഒരു മനുഷ്യൻ്റെയും ആവശ്യകതയില്ല. ആമേൻ, ഹല്ലേലൂയ. ഒരു എക്സ്പേർട്ടൈസിൻ്റെയും ആവശ്യകതയില്ല. ദൈവത്തിൻ്റെ വചനത്തെ നാം അതേപോലെ ആത്മാവ് എപ്രകാരം എഴുതി വച്ചിരിക്കുന്നോ അതേ നിലവാരത്തിൽ തിരിച്ചറിയാനും വിശ്വസിച്ചതിനെ റിസീവ് ചെയ്യാനും നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ കുഴിയിൽ നിന്ന് ആമേൻ കയറ്റാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങളായിരിക്കുന്ന മേഖലകളെ പരിവർത്തനം ചെയ്യാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മരുഭൂമിയെ മലർവാടിയാക്കുമെന്ന് ദൈവവചനം പറയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് അപ്രകാരം തന്നെ സംഭവ്യമായി തീരും. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം അത് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഈ ആമേൻ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഈ രാജ്യത്തിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ എൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊന്നുമല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ രാജ്യത്തിരിക്കുന്നത് സവിശേഷത കൂടിയത് കൊണ്ടാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ
സവിശേഷതയൊന്നും അല്ല. എൻ്റെ പിതാക്കന്മാർ ദൈവവചനം ആമേ ഹല്ലേലൂയ എടുത്തതിൻ്റെ പരിണത ഫലമായി തലമുറകളെ മാനിക്കുമെന്ന്. തലമുറകൾ മാനിക്കപ്പെടുന്നത് ഈ രാജ്യത്ത് വന്നതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആമേ ഹല്ലേലൂയ അത് അതിൻ്റെ ഒരു ഭാഗമായി ഈ ലോകത്തിൽ ചില നന്മകൾ ദൈവം കൊടുക്കും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായി ഇന്ന് രാത്രിയിൽ എനിക്ക് ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ തലമുറകളെ ഓർത്തൊരു പക്ഷേ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. ആമേ ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങളിൽ ആകുലപ്പെട്ടായിരിക്കാം ഈ മീറ്റിങ്ങിനകത്തിൽ സംബന്ധിക്കുന്നത്. ഈ മീറ്റിങ്ങിന്റെ അവസാന രാത്രി പരിശുദ്ധാത്മാവ് ചില വിടുതലുകളെ നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറിയാൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്തോണം. ഒരുപക്ഷെ ആമേ ഹല്ലേലൂയ മ്യൂട്ട് ചെയ്യപ്പെട്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ചിലര് ആമേ വീഡിയോ പോലും ഓൺ ആക്കിയിട്ടുണ്ടാകത്തില്ല. ആമേ ഹല്ലേലൂയ എങ്കിലും നിങ്ങളെ ആരും കാണുന്നില്ലെങ്കിലും നിങ്ങളെ ആരും കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾ ആമേ ഹല്ലേലൂയ വചനത്തെ റിസീവ് ചെയ്ത് ആത്മാവിൽ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ്. അപ്പോൾ വചനത്തെ അയച്ച് സൗഖ്യമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്, വിടുവിക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആമേ ഹല്ലേലൂയ ഒരു കാര്യം കൂടെ ഞാൻ ഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ആമേ ഹല്ലേലൂയ വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആമേ ഹല്ലേലൂയ തന്നോട് ദൈവം കൽപ്പിച്ചു, നീ പോകുക, നിനക്ക് വേണ്ടി ഞാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, വലിയൊരു ഫീസ്റ്റ് തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവിക ശബ്ദം കേട്ടുകൊണ്ട് ആമേ ഹല്ലേലൂയ എൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആമേ ഹല്ലേലൂയ ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സെറ്റപ്പ് മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ആമേ ഹല്ലേലൂയ ഈ മനുഷ്യൻ നടക്കുകയാണ്. ആമേ ഇന്നുവരെയും കർത്താവ് പറഞ്ഞിട്ടുള്ളതൊന്നും ഫോഷ്കല്ലെന്ന് ആ മനുഷ്യന് നന്നായിട്ട് അറിയാം. ആമേൻ ഹല്ലേലൂയ. കാക്കയെ അയച്ച് ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് കാക്കയെ അയച്ച് കർത്താവ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞത് ഒരിക്കലും തെറ്റുകയില്ല. ആ മനുഷ്യന് നന്നായിട്ട് അത് അറിയാമെന്നതുകൊണ്ട് മനസ്സിൽ ഭാവനയിൽ ഞാൻ ചിന്തിക്കുക കേട്ടോ, അദ്ദേഹം അങ്ങനെ ചിന്തിച്ചെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിലും ആമേ ഹല്ലേലൂയ പുതിയ നിയമത്തിനകത്തിൽ ഒരു വാക്യമുണ്ട്, ആമേ ഹല്ലേലൂയ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ആമേ ഹല്ലേലൂയ അതുകൊണ്ട് മേ ബി ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ സാധ്യതയുണ്ടായിരിക്കാം. ആമേ ഹല്ലേലൂയ നല്ലൊരു ഭക്ഷണം കിട്ടാനുള്ള ഒരു ഏരിയയിലേക്ക് ആമേ ഹല്ലേലൂയ വേഗത്തിൽ നടക്കുകയാണ്. പക്ഷേ ആ വീട്ടിലെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറയുന്നത്. ആമേ ഹല്ലേലൂയ ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു നേരം കൂടെ വെക്കാനുള്ള ഭക്ഷണം, അതും 3 പേർക്കും പ്രോപ്പറായിട്ട് ആമേ ഹല്ലേലൂയ തനിക്കും മക്കൾക്കും പ്രോപ്പറായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ല. ആമേൻ അതിന് വേണ്ടത് ആമേ ഹല്ലേലൂയ ഇൻഗ്രീഡിയൻസ് ആ വീട്ടിനകത്തിലില്ല. ഉള്ളത് വെച്ച് ആമേ ഹല്ലേലൂയ അത്യാവശ്യം കഴിച്ച് ആമേ ഹല്ലേലൂയ മരണത്തിന് കീഴ്പ്പെടാൻ ആ ഹോട്ടൽ എന്നേക്കുമായി ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുക. ഇവിടൊക്കെ ചില പരസ്യങ്ങൾ കാണാറുണ്ട്, നിങ്ങളുടെ അവിടെയും കാണുമായിരിക്കും. ആമേ ഹല്ലേലൂയ ഇത് ആമേ ഹല്ലേലൂയ ഈ കട കുറച്ച് നാളൂടെ ഉള്ളൂ, അതുകൊണ്ട് ക്ലോസിംഗ് ഡൗൺ ടൈമാണ്, എത്രയും വേഗം വന്ന് സാധനങ്ങൾ മേടിച്ചോ, ഡിസ്കൗണ്ട് ഓഫറാണ്. ആമേ ഹല്ലേലൂയ എനിക്ക് 1-2 കടകളിൽ കയറിയപ്പോൾ മനസ്സിലായി ഇത് ബിസിനസ് ടെക്നിക്കാണ്. ആമേ ഹല്ലേലൂയ കാരണം അപ്പുറത്തെ കടയിൽ ഇതിലും കുറച്ച് കാശ് തരുന്ന കടകൾ വേറെയുണ്ട്. ആമേ ഹല്ലേലൂയ ഇവന്മാർ ഈ പരിപാടി കാണിച്ചിട്ട് ആമേ ഹല്ലേലൂയ നമ്മളെ അകത്തോട്ട് കയറ്റി ആമേ ഹല്ലേലൂയ സാധനങ്ങൾ മേടിപ്പിക്കുക എന്നുള്ളത് ദൗത്യം. ആമേ ഹല്ലേലൂയ വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇത് ക്ലോസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. 2 വർഷമായിട്ട് ക്ലോസിംഗ് ഡൗൺ ചെയ്യുന്ന കട ഇവിടെ ഉണ്ട്. ആമേ ഹല്ലേലൂയ സ്തോത്രം. 2 വർഷമായി. ആമേ ഹല്ലേലൂയ ഇപ്പോഴും ക്ലോസ് ഡൗൺ ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ ബോർഡ് അവിടെ കിടപ്പുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത് അതുപോലുള്ള ഭവനമല്ല കേട്ടോ. ആമേ ഹല്ലേലൂയ ഈ ഹോട്ടൽ ഇന്നൂടെ ഉള്ളൂ. ഇന്നത് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാ. അതാണ് അതിന്റെ മാനേജറിന്റെ തീരുമാനം. അതാണ് അതിന്റെ ആമേ ഹല്ലേലൂയ സുപ്പീരിയർ ആമേ ഹല്ലേലൂയ വ്യക്തിയുടെ തീരുമാനം. ആമേ ഹല്ലേലൂയ ആ തീരുമാനത്തോടെ വിറക് വിറക്കുക സിസ്റ്റർ. ആമേ ഹല്ലേലൂയ ആ സിസ്റ്റർ വിറക് വിറക്കുമ്പോൾ ഒറ്റ തീരുമാനമേ ഉള്ളൂ, ഇത് എൻ്റെ ലാസ്റ്റ് ആണ്. ആമേ ഹല്ലേലൂയ ഇന്ന് ഞാൻ അടുക്കളയിൽ കയറും, ഇന്ന് കൊണ്ട് അടുക്കളയിലെ പരിപാടി ക്ലോസ് ഡൗൺ ചെയ്യുക. ആമേ ഹല്ലേലൂയ ഇതാ ആ 5 സ്റ്റാർ ഹോട്ടലിന്റെ തീരുമാനം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? പക്ഷേ കർത്താവ് അയച്ച ഭക്തൻ ആമേ ഹല്ലേലൂയ വലിയ ആവേശത്തോടുകൂടി 5 സ്റ്റാർ ഡിന്നർ കഴിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ആമേ ഹല്ലേലൂയ ചിലപ്പോഴൊക്കെ എനിക്ക് അപമാനം തോന്നുന്ന ഒരു കാര്യം ഈ ദൈവദാസൻ അവിടെ ചെയ്യുന്നുണ്ട്. ആമേ ഹല്ലേലൂയ അവിടെ കയറി ചെന്നിട്ട് പറയുക, ആമേ ഹല്ലേലൂയ ഇച്ചിരി വെള്ളം തരണം. ആമേ ഹല്ലേലൂയ വെള്ളം ചോദിച്ചപ്പോൾ ഞങ്ങളിവിടെ പോകുമ്പോൾ ആമേ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസികളൊക്കെ നല്ല സഹോദരങ്ങളാണ്. ആമേ ഹല്ലേലൂയ അവർ ചോദിക്കാതെ തന്നെ വെള്ളം തരാറുണ്ട്. അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളമല്ല, നല്ല ആമേ ഹല്ലേലൂയ പാനീയങ്ങൾ തന്നെ തരാറുണ്ട്. ആമേ ഹല്ലേലൂയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ട്രീറ്റ് ചെയ്യാറുണ്ട്. ആമേ ഹല്ലേലൂയ എന്നാലും അവർ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ മാന്യതയുള്ള പാസ്റ്റർമാർ ഇന്നത്തെ വിശ്വാസികൾ ഉണ്ടായതുകൊണ്ട് ആമേ ഹല്ലേലൂയ ഞാൻ അങ്ങ് പറഞ്ഞങ്ങ് നിർത്തുക. ആമേ ഹല്ലേലൂയ സ്തോത്രം. ആമേ നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലോ, പാസ്റ്ററും വിശ്വാസിയും എല്ലാം മനുഷ്യരാണല്ലോ. ആമേ ഹല്ലേലൂയ നമ്മൾ പറയും
ആമേ ഹല്ലേലൂയ വേണ്ട സിസ്റ്ററെ, വേണ്ട ബ്രദറെ, നമുക്ക് വേണ്ടാന്നേ പറയത്തുള്ളൂ ആദ്യം. ആമേ ഹല്ലേലൂയ പിന്നെ ഒന്നുകൂടെ ഒന്ന് നിർബന്ധിക്കണം. അതാ മലയാളികളുടെ സവിശേഷത. പക്ഷേ ഈ രാജ്യത്ത് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഈ രാജ്യത്തെ ആൾക്കാരുടെ ഒരു സവിശേഷത, ഒന്ന് ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞാൽ അന്നേരം എടുത്തുകൊണ്ട് പോകും. ആമേ ഹല്ലേലൂയ 1-2 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ വേണമെങ്കിൽ വേണമെന്ന് തന്നെ പറയും. ആമേ ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. ആമേ ഹല്ലേലൂയ. നമ്മുടെ രാജ്യക്കാർ അങ്ങനെയല്ല, ഇച്ചിരി ഡിമാൻഡൊക്കെ ഇടും. ആമേ ഹല്ലേലൂയ. കണ്ടോ, ഏലിയാവ് ഇവിടെ ഒരു ഡിമാൻഡ് ഇട്ടില്ലെന്ന് മാത്രമല്ല, ആമേ ഹല്ലേലൂയ ഉള്ള ഡിമാൻഡ് ഇല്ലാതാക്കുന്ന രീതിയിൽ വെള്ളം എടുക്കാൻ പോയപ്പോൾ ആൻറ്റിയോട് പറയും ഒരു അടയും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. ആമേ ഹല്ലേലൂയ. അപ്പോൾ ആൻറ്റി അവിടെ നിന്ന് തിരിഞ്ഞു പറഞ്ഞു, ആമേ ഹല്ലേലൂയ പാസ്റ്ററേ, ആമേ ഹല്ലേലൂയ ഇതാ അവസ്ഥ. ആമേ ഹല്ലേലൂയ ഗോഡൗൺ ഓൾറെഡി ക്ലോസ്ഡ്. ആമേ ഹല്ലേലൂയ ഫുഡ് പ്രോഡക്ട്സ് ഒന്നും വരുന്നില്ല. ആമേ ഹല്ലേലൂയ കുക്കർ ഇല്ല. ആമേ ഹല്ലേലൂയ കുക്ക് ചെയ്യാൻ ഇവിടെ ആൾക്കാരില്ല. ഷെഫ് ഇന്നുകൊണ്ട് തീർക്കുകയാ. ആമേ ഹല്ലേലൂയ ഇതൊക്കെയാ ആമേ ഹല്ലേലൂയ ക്ലോസിംഗ് മെസ്സേജ് ആയിട്ട് ആൻറ്റി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആമേ ഹല്ലേലൂയ ഏലിയാവ് കർത്താവിനോട് ചോദിച്ചില്ല, കർത്താവേ ആമേ ഹല്ലേലൂയ എനിക്ക് ആമേൻ അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിച്ചില്ല. കാരണം ആമേ ഹല്ലേലൂയ കർത്താവിന് നല്ല വിശ്വാസം ഏലിയാവിന്. ആമേ ഹല്ലേലൂയ ഇന്ന് രാത്രി എനിക്കും എൻ്റെ ദൈവത്തെ നല്ല വിശ്വാസം. ഒരുപക്ഷെ സാംജിയലിനായിരിക്കാം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പക്ഷെ ജോൺസൺ പാസ്റ്റർക്ക് എന്നെ വിളിക്കാൻ തോന്നിയത് ആമേ ഹല്ലേലൂയ ദൈവത്തിന് എന്നിലൂടെ നിങ്ങളിൽ ചെയ്തെടുക്കാൻ ചില പദ്ധതികൾ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നോട് കൂടെ വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുത്തോണം. ആമേ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അവസ്ഥയും നിങ്ങളുടെ അവസ്ഥയും ഒരുപോലെ അറിയാവുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മളോട് വ്യക്തമായി ഇടപെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ പ്രതികരിച്ച് ഈ വചനത്തിന് മുൻപാകെ സ്തോത്രം ചെയ്തിരുന്നോണം. ആമേ ഹല്ലേലൂയ. ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആമേ ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തിക്ക് കോട്ടമൊന്നും വന്നിട്ടില്ല. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ കൊരിന്ത്യ ലേഖനത്തിനകത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിക്കൂ. ആമേ ഹല്ലേലൂയ. 1 കൊരിന്ത്യ ലേഖനം ആമേ ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 25-ാം വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ആമേ ഹല്ലേലൂയ. സ്തോത്രം. ആമേ സ്നേഹിതൻ ബിജ ജോർജ് ആമേ ഹല്ലേലൂയ ഈ കൂട്ടായ്മയിലുള്ളതിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ആമേ ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം, ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ? ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ? ആമേ ഹല്ലേലൂയ. ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ? ഇല്ല. ആമേ പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ആമേ ഹല്ലേലൂയ. ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ആമേ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരൊക്കെ ചിലപ്പോഴെങ്കിലും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ജ്ഞാനമാണ് ടെക്നോളജി പരമായിട്ട്. നമ്മളൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ കഴിവാണ് നമ്മുടെ പിള്ളേർക്ക്. പ്രത്യേകിച്ച് ഈ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഇപ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമാണ്. ചിലർക്കൊന്നും ഇപ്പോഴും ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. മിക്കവാറും എല്ലാവർക്കും അറിയാം, എങ്കിലും ചിലർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ട്. അന്നേരം അവിടെ ആ അപ്പച്ചൻ്റെ ഇടയ്ക്ക് അമ്മച്ചിയുടെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന കൊച്ചുമക്കളാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്നോടും പറഞ്ഞിട്ടുള്ളത് ഞാൻ വെച്ച് പറയുക, ആമേ ഹല്ലേലൂയ എൻ്റെ മോന് എൻ്റെ കൊച്ചുമോനൊക്കെ എന്നെ ഇതിനകത്തിൽ അങ്ങ് ഭയങ്കര കഴിവാണ്. ഹല്ലേലൂയ. എങ്ങനെ ഈ കഴിവ് കിട്ടിയേ? ഇവർ ജനിച്ചപ്പോഴേ ഇതിനകത്ത് കഴിവ് കിട്ടിയാണോ ജനിച്ചേ? അല്ല, ഇത് അവരുടെ വേൾഡാണ്. ആമേ ഹല്ലേലൂയ. നമ്മുടെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് അത് പറയുന്നത്. നമ്മളെന്തായാലും സമ്മതിക്കത്തില്ല. ആമേ ഹല്ലേലൂയ. 10 വർഷത്തിന് മുമ്പുള്ള അവസ്ഥയാണ് എനിക്കിപ്പോഴും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവ് ഒരു സഭയിലിരുന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ചോദിച്ചാൽ എനിക്ക് എത്ര വയസ്സായെന്ന്. ഞാനപ്പോൾ ഒരു വയസ്സ് പറഞ്ഞു. അപ്പം പറഞ്ഞു, നിൻ്റെ പപ്പ വന്നപ്പോൾ 4 വർഷത്തിന് മുമ്പ് വന്നപ്പോഴും നീ ഇത് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. ആമേ ഹല്ലേലൂയ. ഇപ്പം 4 വർഷം കഴിഞ്ഞാൽ ഇപ്പോഴും നിനക്ക് ഈ പ്രായം തന്നെയാണോ എന്ന് പറഞ്ഞതുപോലെ ആമേ ഹല്ലേലൂയ. നമ്മൾ സമ്മതിക്കത്തില്ല നമ്മുടെ പ്രായമൊന്നും കൂടിയതൊന്നും. ആമേ ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ കാലം കഴിഞ്ഞു. ആമേ ഹല്ലേലൂയ. അടുത്ത ജനറേഷൻ്റെ ടെക്നോളജീസാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആമേ ഹല്ലേലൂയ നമുക്ക് ഇത് പലതും മനസ്സിലാകാതെ പോകുന്നത്. പിന്നെ അതിനകത്തിൽ വേറൊരു കാര്യം, നമ്മുടെ ബ്രെയിൻ എവിടെ അവസാനിച്ചോ അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ബ്രെയിൻ എവിടെ അവസാനിച്ചോ അവിടെയാണ് നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ റെലമിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലാണ് അവർ തുടങ്ങുന്നത്. ഇത് തന്നെ ഇവിടെയും പറഞ്ഞത്. ആമേ ഹല്ലേലൂയ. ആമേൻ. അതൊരു വശമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ആ പൂർണ്ണ ചിത്രമായിട്ട് അങ്ങനെ എടുക്കരുത്. ദൈവത്തിനൊരു ഭോഷത്വമില്ല. പക്ഷെ ദൈവത്തിനൊരു ഭോഷത്വം ഉണ്ടെങ്കിൽ അതിനും താഴെയാണ് മനുഷ്യന്റെ ജ്ഞാനം. ആമേൻ. ആമേൻ. വചനത്തിനകത്തിലൂടെ അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ തെളിയിക്കാൻ
കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. നിങ്ങൾക്കറിയാവുന്ന പഴയ നിയമത്തിലെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം ആമേൻ 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഒരാൾ കൺമ്യൂട്ട് ചെയ്ത് വായിക്കാൻ കഴിയുമോ? 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 6. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അത് എടുത്തു. 2 രാജാക്കന്മാരുടെ ഈ 6-ാം അധ്യായം നമ്മൾ പലരും പ്രസംഗിച്ചിട്ടുള്ളതാണ്. പലർക്കും ഹല്ലേലൂയ സുപരിചിതമാണ്. ഏറിയ പങ്കാളുകളും ഇതിൻ്റെ മെസ്സേജുകൾ കേട്ടിട്ടുള്ളവരെങ്കിലുമാണ്. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തിൽ നമുക്കറിയാം, ഇടുക്കമുള്ള ആ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ വിശാലമേറിയ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിച്ച ഒരു ഭക്തൻ ഹല്ലേലൂയ, ഒരു കൂട്ടം ആളുകൾ ഹല്ലേലൂയ അന്ന് അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന പ്രവർത്തകന്റെ അടുക്കൽ അല്ലെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ പറയുകയാണ്, നമ്മൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളത്, നമ്മൾ പാർക്കുന്ന ഇടം ഇടുക്കമുള്ളത്, അതുകൊണ്ട് നമുക്കൊരു വിശാലത ആവശ്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയല്ലേ? കഴിഞ്ഞ നാളുകളിലെ ഇടുക്കം മാറണം, ഇന്നുകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞെരുക്കം മാറണം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടുന്നത്, ഞാൻ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു, ഹല്ലേലൂയ, അവൻ എന്നെ വിശാല സ്ഥലത്താക്കി. അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയട്ടെ, ഹല്ലേലൂയ, ഏത് ഞെരുക്കത്തിലാണെങ്കിലും ഹല്ലേലൂയ, MBA വിളിക്കാൻ പോകണ്ട, മന്ത്രിയെ വിളിക്കാൻ പോകണ്ട, ഹല്ലേലൂയ, പ്രസിഡന്റിനെ വിളിക്കാൻ പോകണ്ട, പ്രൈം മിനിസ്റ്ററിനെ വിളിക്കാൻ പോകണ്ട. ഇവരെ ആരെയല്ല വിളിക്കേണ്ടത്, നിലവിളിക്കേണ്ടത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. അവിടെ നാം നിലവിളിക്കുമെങ്കിൽ നമ്മുടെ ഞെരുക്കത്തെ മാറ്റാൻ അവന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ നിലവിളിച്ച് തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഭക്തൻ പാടിയതുപോലെ നമുക്കും പാടാൻ കഴിയും. ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ വിശാല സ്ഥലത്താക്കി. ഇവിടെയും ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുകയാണ്. പ്രവാചക, ഞങ്ങൾ ഞെരുക്കത്തിലാണ് ഇരിക്കുന്നത്. നീ അനുഭവിക്കുന്ന കാര്യമാണ്, നീ കാണുന്ന കാര്യമാണ്. നമ്മുടെ ഞെരുക്കങ്ങൾ നമ്മളെക്കാൾ നന്നായി നമ്മുടെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനറിയാം. നമ്മൾ പോകുന്നതായ പ്രതിസന്ധികൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ 2 പേരെ ഒന്നിച്ച് യാത്ര ചെയ്ത കഥ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. തന്നെ നടത്തുന്ന ഗൈഡ് ഹല്ലേലൂയ തൻ്റെ കൂടെയില്ല, അല്ലെങ്കിൽ ദൈവം തൻ്റെ കൂടെയില്ല എന്നുള്ള ചിന്ത വന്ന് ഹല്ലേലൂയ 2 കാൽപ്പാടുകൾ മാത്രം പ്രതിസന്ധിയുടെ നടുവിൽ കണ്ട ഹല്ലേലൂയ ആ കഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാ, അല്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ പ്രതികൂലത്തിന് നടുവിൽ ഈ 2 കാൽപാദം മാത്രമേ ഞാൻ കാണുന്നുള്ളല്ലോ എന്ന തിരിച്ചു ചോദ്യം വന്നപ്പോഴാണ് പറഞ്ഞത്, സ്നേഹിത, താങ്കൾ ഒറ്റയ്ക്കല്ല അന്ന് നടന്നത്, താങ്കളുമല്ല നടന്നത്, പിന്നെ താങ്കൾ എൻ്റെ കയ്യിലുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നടന്നതിൻ്റെ കാൽപ്പാടാ കാണുന്നത്. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വേദനകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളല്ല നടക്കുന്നത്, നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലും കർത്താവ് നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നതുമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ചില അമ്മച്ചമാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, ഞാനും എൻ്റെ പാവം ദൈവവും അല്ലാതെ എൻ്റെ വേദനയുടെ നടുവിൽ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ, ഞാനും എൻ്റെ പാവം ദൈവവും. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവം എന്തോ കൊച്ചു മനുഷ്യനായി തോന്നുകയാണ്. ഹല്ലേലൂയ. അല്ല കേട്ടോ, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഹല്ലേലൂയ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് പ്രതിസന്ധി ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവം കയറിയ പടകിൽ മറ്റു പടകുകൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ തിരകൾ അടിച്ചെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. മറ്റു പടകുകൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനകൾ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ അതിന് നടുവിൽ നമ്മൾ തകർന്നു പോകുകയല്ല, ഒരു തീരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എത്തിക്കാൻ വിശ്വസ്തനാണ്. വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്.
ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇടുക്കമുള്ള സ്ഥലം, ആമേൻ, പ്രവാചകന്റെ അടുക്കൽ ഇവരെ കൈമാറി, ഇതാണ് വിഷയം, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ പോകുക, ഈ വിഷയത്തിനൊരു പരിഹാരം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇടുക്കമാണെന്ന് പറഞ്ഞ് ഒരിടത്ത് തന്നെ ഒതുങ്ങിക്കൂടുകയല്ല, അവരതിനൊരു വിശാലത ആവശ്യം ആയിക്കൊണ്ട് അവരവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായി. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇടുക്കത്തിന്റെ നടുവിലോ ഞെരുക്കത്തിന്റെ നടുവിലോ ആയിരുന്നായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, ഇങ്ങനെ അങ്ങ് പോകട്ടെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാനല്ല, അവിടെ നിന്ന് എനിക്കൊരു വിശാലത വേണമെന്ന് ആത്മാവിൽ സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ നാം തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വിശാലത കൈവരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ദൈവമക്കളെ. കാരണം നമ്മളോടൊപ്പം ചലിക്കുന്നവൻ, ആമേൻ ഹല്ലേലൂയ, ഈ സർവ്വ ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണെന്നുള്ള തിരിച്ചറിവും ബോധവും നമുക്കുണ്ടാകുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. അപ്പോ ഇവിടെ ആമേൻ ഹല്ലേലൂയ കർത്തൃദാസന്റെ അടുക്കൽ ആമേൻ അവരെ ഒരുമിച്ച് പറഞ്ഞു, അവർ ഒരുമിച്ച് പോകാൻ തുടങ്ങി, അവരൊന്നിച്ച് പോയി. ആമേൻ ഹല്ലേലൂയ. അവരെ ചെന്ന് യോർദാനിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ അവർ വീണ്ടും അടുത്ത അധ്വാനം തുടങ്ങുകയാണ്, മരം വെട്ടുകയാണ്. എവിടെയാ? യോർദാന്റെ തീരത്ത്. ഈ യോർദാനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. യോർദാൻ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ഈ അവിടുത്തെ ഇസ്രായേലിന്റെ ആമേൻ ആ ചിത്രം നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ഈ യോർദാൻ മരണ യോർദാൻ എന്ന വേദപുസ്തകത്തിൽ ഒരിടത്ത് വിവാദിച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും പോകുന്നില്ല. മരണ യോർദാൻ, ആമേൻ, ഇത് പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ഈ വിളവ് കൊയ്യാറാകുമ്പം, കൊയ്ത്തിന്റെ കാലമാകുമ്പോൾ ഇത് നിറഞ്ഞു കവിയും. ഇത് രണ്ടും പറയുന്ന ഒരു കാര്യം ആമേൻ ഹല്ലേലൂയ. ഒന്ന് ആമേൻ ഹല്ലേലൂയ ഇത് നിറഞ്ഞു കവിയുന്നു എപ്പോഴാ? വിളവിന്റെ സമയത്ത്, കൊയ്ത്തിന്റെ കാലത്ത് ഇത് നിറഞ്ഞു കവിയുമ്പോൾ ഈ കൊയ്യേണ്ട സാധനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുകയാണ്, അല്ലേ? കൊയ്യേണ്ട സാധനം പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുക. പിന്നെ രണ്ട്, മരണ യോർദാൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് പലരെയും തകർത്തിട്ടുള്ള യോർദാനാണ്. ഒന്ന്, ഭക്ഷണത്തെ ഇല്ലാതാക്കുന്നു, രണ്ട്, ജീവനെ ഇല്ലാതാക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതിന്റെ നടുവിലും ഭക്തന്മാർ ആത്മാവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ, ഈ യോർദാനെ വിഭാഗിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഇതിനെ വിഭാഗിച്ചവൻ മുൻപിൽ നടക്കുകയാണ്. ഇതിനെ വിഭാഗിച്ചവൻ കൂടെയുള്ളപ്പോൾ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ആമേൻ ഹല്ലേലൂയ. പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ, എലീശയുടെ കൂടെ നടക്കുന്ന ഈ ഭക്തർക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്നാ? ആമേൻ, ഒരിക്കൽ ഇതേ യോർദാന്റെ മുൻപിൽ നിന്നപ്പോൾ താൻ കണ്ടതാണ് തൻ്റെ ഗുരു ആമേൻ ഹല്ലേലൂയ ഒരു പുതപ്പെടുത്തടിക്കുന്നതും ഈ യോർദാൻ വിഭജിക്കുന്നതും. ആമേൻ ഹല്ലേലൂയ. ഈ യോർദാൻ വിഭജിക്കുന്ന കണ്ട ഈ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ അടുത്ത ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആത്മാവിൽ ചില കൃപാവരങ്ങളെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. മുകളിലേക്ക് ഒരു മനുഷ്യനെ പൊക്കിക്കൊണ്ടുപോയ കാറ്റ്, ആമേൻ ഹല്ലേലൂയ, അതേ കാറ്റ് തന്നെ ആമേൻ ഹല്ലേലൂയ ആമേൻ വളരെ തൂക്കം കുറഞ്ഞ ആ മനുഷ്യനെ വെച്ച് തുലനം ചെയ്യുമ്പോൾ തൂക്കം കുറഞ്ഞ ആമേൻ ഒരു പുതപ്പ് താഴേക്ക് വരുന്നു. വലിയൊരു മനുഷ്യനെ പൊക്കിക്കൊണ്ടുപോകുന്ന കാറ്റ് തന്നെ ആമേൻ തൂക്കം കുറഞ്ഞൊരു സാധനത്തെ താഴേക്ക് കൊണ്ടുവന്നു. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞ വാക്യവുമായിട്ട് ഇത് ഒത്തുവരുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭോഷത്വം ആമേൻ ഹല്ലേലൂയ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? മനുഷ്യന്റെ ജ്ഞാനത്തെക്കാൾ അപ്പുറത്തുള്ളതാണ്. മനുഷ്യന്റെ ജ്ഞാനം എന്താ പറയുന്നത്? ഒരുത്തനെ പൊക്കിക്കൊണ്ടു പോകുന്ന കാറ്റ്, ഒരു ആമേൻ ഹല്ലേലൂയ 1 കിലോ ഉള്ള, മാക്സിമം പോയാൽ 1 കിലോ ഉള്ള ഈ പുതപ്പ് ഒരിക്കലും താഴേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. സയൻസിന് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് അസാധ്യമല്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? സയൻസ് പറയുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. സയൻസ് പറയുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവം പറയുന്നതാ സയൻസിനെ മാറ്റുന്നത്. ഹല്ലേലൂയ. അത് മെഡിക്കൽ സയൻസ് ആയിക്കൊള്ളട്ടെ, ആമേൻ ഹല്ലേലൂയ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിനകത്തിലും എൻ്റെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വീഞ്ഞാകും. എൻ്റെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ മനുഷ്യൻ മുകളിലോട്ട് പോകും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. രാസതന്ത്രം ആമേൻ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിന്റെ തന്ത്രം വിജയിക്കും. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ സാഹചര്യത്തെ നോക്കിക്കൊണ്ടായിരിക്കാം ഇന്ന് ഇരിക്കുന്നത്. സാഹചര്യം നിങ്ങളോട് പറയും ഇനി സംഭവിക്കത്തില്ല. മെഡിക്കൽ സയൻസ് പറയും ആമേൻ ഹല്ലേലൂയ ഇനി എഴുന്നേൽക്കത്തില്ല. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയും, മെഡിക്കൽ സയൻസ് ഒരിക്കൽ എന്നോടും പറഞ്ഞതാ ആമേൻ ഹല്ലേലൂയ ഇനിയും നുവരുകയില്ല, ഇനിയും പ്രോപ്പറായി നടക്കാൻ കഴിയുകയില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വചനം സംസാരിക്കുമ്പോൾ ഇവിടെ ഇരുന്നാണ് സംസാരിക്കുന്നതെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ എന്നെ ഇവിടെ നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരു ആമേൻ ഹല്ലേലൂയ ഹെൽപ്പും കൂടാതെ എന്നെ
നിർത്തിയിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ. ആമേ ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആമേ ഹല്ലേലൂയ. സയൻസിനെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ കൈവച്ച് ആമേ ഹല്ലേലൂയ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇതിനകത്തിൽ ഉണ്ടെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. ആമേ ഹോറബ ഹാംഷദന വൈഡറ ധനരഗടഗടഗര അഡബല ഹംധുരിയാദനാരകൽക്കര. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശരീരങ്ങൾക്കകത്തിലേക്ക് ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുകയാ. ആമേ ഹല്ലേലൂയ. രോഗബീജങ്ങളെ അകറ്റാൻ കഴിയുന്ന ദൈവശക്തി ആ ശരീരങ്ങൾക്കകത്തിലേക്ക് വ്യാപരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചെന്ന് പറഞ്ഞതിനെ പോലും എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ദൈവ ശബ്ദം ഇന്ന് രാത്രിയിലും ഇതിനകത്തിൽ സംഭവ്യമായി തീരും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ മുകളിലേക്ക് ഏലിയാവ് പോകുകയാണ്. ആമേൻ. താഴെ നിൽക്കുന്ന ഏലിശ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പുറപ്പ് താഴേക്ക് വരുന്നു. ഈ പുതപ്പെടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ യോർദാന്റെ തീരത്തേക്ക് ഏലിശ നടന്നു പോകുമ്പോൾ ഏലിശയുടെ മുൻപിൽ ഇപ്പോൾ യോർദാൻ ഇല്ല. കാരണം ഏലിശയ്ക്ക് അറിയാം ആമേൻ ഹല്ലേലൂയ അങ്ങോട്ട് പോയപ്പോ ഏലിയാവിനുണ്ടായിരുന്ന കൃപ ഇപ്പോ എനിക്കുണ്ട്. ഇപ്പോഴും ആമേൻ ഹല്ലേലൂയ ചില യോർദാനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അമാന്തം സംഭവിക്കുന്നുണ്ടെങ്കിൽ, സ്ലോ ഡൗൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ കൃപയ്ക്ക് കുറവുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ആമേൻ ഹല്ലേലൂയ കൃപ വർദ്ധിപ്പിച്ചെഴുന്നേറ്റോണം യേശുവിൻ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ. പൈശാചിക മേഖലകൾ വെല്ലുവിളിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ സിംഹം പിടിച്ചോണ്ട് പോയതിനെ വാ കീറി പുറത്തെടുക്കാൻ എനിക്കറിയാം അഭിഷക്തരായ ദൈവദാസന്മാർ ആമേൻ ഹല്ലേലൂയ ദൈവദാസിമാർ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഇതിനകത്തിലുണ്ട്. ആമേൻ ഹല്ലേലൂയ പിടിച്ചുകൊണ്ട് പോയതിനെ പോലും ആമേൻ ഹല്ലേലൂയ വാ കീറി പുറത്തെടുക്കാൻ ഒരു അഭിഷേകം ഇതിനകത്തിലൂടെ ദൈവാത്മാവ് പകരുകയാ. ആമേൻ ഹല്ലേലൂയ. അത് നിന്റെ നേരെ ചാടുമായിരിക്കാം, പക്ഷേ അതിനെ തകർക്കാൻ ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം കൈമാറുകയാ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആമേൻ ഹല്ലേലൂയ ദൂതുകളെ ഏറ്റെടുത്തോണം. ഈ ആമേൻ ദൈവത്തിന്റെ ഒരു സവിശേഷത, കാടപ്പക്ഷിയെ ആമേൻ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും, അല്ലേ? ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. ഈ കാടപ്പക്ഷിയെ മരുഭൂമി വരെ പറത്താൻ ദൈവത്തിന് കഴിയും, അല്ലേ? ആമേൻ ഹല്ലേലൂയ. ഈ കാടപ്പക്ഷിയെ ആമേൻ 6 അടി പൊക്കക്കാരന് 6 അടി പൊക്കത്തിലോ 7 അടി പൊക്കത്തിലോ പറത്തി നിർത്താൻ ദൈവത്തിന് കഴിയും. 4 അടി പൊക്കക്കാരനാണെങ്കിൽ 5 അടി പൊക്കത്തിലോ 4 അടി പൊക്കത്തിലോ പറത്തി നിർത്താൻ ദൈവത്തിന് കഴിയും. പക്ഷേ ഈ ദൈവത്തിന് കറി വെച്ച് ആമേൻ ഹല്ലേലൂയ ചട്ടിക്കകത്ത് വെച്ച് കൊടുക്കാൻ കഴിയത്തില്ലേ? ആമേൻ ഹല്ലേലൂയ കഴിയല്ലോ. പിന്നെന്താ ആമേൻ ഹല്ലേലൂയ അങ്ങനെ ചെയ്തതിന് കാരണം ആവശ്യക്കാരന് ആമേൻ ഹല്ലേലൂയ പിടിച്ചെടുക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഒരു ആമേൻ ചിത്രകാരൻ ഒരിക്കൽ കർത്താവിനെ പറ്റി വരച്ച പടത്തെപ്പറ്റി നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ആമേൻ ഹല്ലേലൂയ കേട്ടിട്ടുള്ളവർ പ്രസംഗിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ഇതിനകത്തിലുള്ളത് ഞാൻ ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ചിത്രകാരൻ വരച്ചത് ആമേൻ ഹല്ലേലൂയ യേശു ആമേൻ ഹല്ലേലൂയ ഒരു ഡോറ് തുറന്നു കിടക്കുന്ന ഒരു ഡോറിന്റെ മുൻപിൽ നിന്ന് മുട്ടുന്ന പടം. ആമേൻ ഹല്ലേലൂയ. ഈ ചിത്രകാരനോട് ആമേൻ ഹല്ലേലൂയ മറ്റൊരു വ്യക്തി ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചത് ഇപ്രകാരം, നിങ്ങൾ എന്ത് ബുദ്ധികേടായി കാണിക്കുന്നേ? ആമേൻ ഹല്ലേലൂയ രഹസ്യമായിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് ബുദ്ധികേടായി കാണിക്കുന്നേ? ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ഈ തുറന്നു കിടക്കുന്ന ഡോറിന് മുട്ടേണ്ട കാര്യമുണ്ടോ? ആമേൻ ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരച്ചത് ഒരു സാധാരണ മനുഷ്യനെ അല്ല, ഞാൻ വരച്ചത് ആമേൻ ഹല്ലേലൂയ യേശുവിനെയാണ്. യേശുവിന്റെ സവിശേഷത ആമേൻ ഹല്ലേലൂയ അവന് വാതിൽ തുറക്കാതെ അകത്ത് കയറാൻ കഴിയും, അല്ലേ? പേടിച്ച് വരണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിൽ ആമേൻ ഹല്ലേലൂയ ഡോറെ മുട്ടിയിരുന്നെങ്കിൽ അന്ന് അറ്റാക്ക് വന്ന് ചിലത് പോയേനെ. ആമേൻ ഹല്ലേലൂയ. പക്ഷെ അവിടെ ഡോറെ മുട്ടിയില്ല. അകത്ത് അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്ന് ആമേൻ ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഈ ചിത്രകാരൻ വരച്ചത് കറക്റ്റാ. ആമേൻ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ഹൃദയ കവാടം ഇന്ന് തുറന്നാൽ നിങ്ങളോട് കൂടെ അവൻ അകത്ത് കയറും. ആമേൻ ഹല്ലേലൂയ. അത്തിയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി ആമേൻ ഹല്ലേലൂയ സക്കായി വേഗം ഇറങ്ങി വരാൻ പേര് പറയാതെ പേര് വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന് ആമേൻ ഹല്ലേലൂയ സക്കായി വിളിക്കാതെ വീട്ടിനകത്ത് കയറാൻ കഴിയത്തില്ലേ? ആമേൻ ഹല്ലേലൂയ. സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വീട്ടിൽ വരിക. ആമേൻ. സക്കായി വീട് ഒരുക്കാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ വീട്ടിനകത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ അകത്തളത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചാൽ മാത്രമേ അവൻ കയറി വരത്തുള്ളൂ.
സ്തോത്രം, ഹല്ലേലൂയ എന്ന് ആമേൻ. ആ ആശയത്തോടു കൂടെ തന്നെ ഞാൻ ഇവിടെയും പറയട്ടെ, വചനം നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ ആമേൻ, എനിക്ക് ഇതിനകത്തിൽ പരിമിതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ കുറച്ചു പേരെ മാത്രമേ കാണുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നവമുമ്പേ എന്നൊരു ആമേൻ, ഹല്ലേലൂയ, ഒരു ബ്രൈറ്റ് സാറും ആമേൻ, ഹല്ലേലൂയ, രാജു സാറിനെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ, ദീപ്തി മേഡത്തെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കുറച്ചു പേരെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. പരിമിതികളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങളോടുള്ള ദൂതാണോ അല്ലയോ എന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. അത് പറന്ന് നിൽക്കുമ്പോൾ ആത്മാവിൽ ചാടിക്കേറി ഇങ്ങനെ പിടിച്ചോണം. ആത്മാവിൽ അതിനെ പിടിച്ചെടുത്ത് ആമേൻ, ഹല്ലേലൂയ, കറി വെക്കേണ്ടത് കറി വെച്ച് അകത്തിലേക്ക് എടുത്തോണം കേട്ടോ. ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ് സാറുണ്ട്, സൈഫുൽ ഇസ്ലാം എന്ന. ആമേൻ, ഞാൻ ബിഷമൂർ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിപ്പിച്ച ഒരു സൈഫുൽ ഇസ്ലാം സാറുണ്ട്. സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ നിന്നെ പഠിപ്പിക്കാം, ആമേൻ, ക്യാപ്സൂൾ രൂപത്തിലാക്കി ഞാൻ നിന്റെ കൈ തരാം, നീ അതൊന്ന് വിഴുങ്ങിയാൽ മാത്രം മതി, യൂണിവേഴ്സിറ്റി എക്സാമിൽ സിമ്പിളായിട്ട് നീ പാസ്സാകും. എല്ലാം പിടികിട്ടിയോ? ആമേൻ, ഹല്ലേലൂയ. സാറിനറിയാം എൻ്റെ ഉഴപ്പ് കണ്ടിട്ട് ആമേൻ, ഹല്ലേലൂയ, ജയിക്കത്തില്ലെന്ന് മനസ്സിലായിട്ട് സാറ് പറയുക, ആമേൻ, ഹല്ലേലൂയ, എടാ ഞാൻ അരച്ച് കലക്കി ക്യാപ്സൂൾ രൂപത്തിൽ തരാം, എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരാനുള്ള സംഭവങ്ങൾ മാത്രം നിനക്ക് ഞാൻ ചാലിച്ചു തരാം. ആമേൻ, ഹല്ലേലൂയ. അതൊന്ന് വിഴുങ്ങാനെങ്കിലും നീ ഒന്ന് തയ്യാറാകുമോ? ആമേൻ, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ നീ സിമ്പിളായിട്ട് പാസ്സാവുമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ആ സൈഫുൽ ഇസ്ലാം സാറ് പറഞ്ഞ കാര്യം ആത്മാവിൽ ഞാൻ ദൈവമക്കളോടൊന്ന് പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരുന്ന വിശ്വാസത്തിന്റെ വചനത്തെ ആത്മാവിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്നുകളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ സംഭവിക്കും. നിയമങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആത്മാവിനോട് ദൂത് കൈമാറുന്നു. ഉഡാബന ഹംഷദന രാംധരിയാദന റഗൽഖൗഡരാംധന. ഹല്ലേലൂയ. ഓ, ചില രാജ്യങ്ങളുടെ നിയമങ്ങളെ പോലും മാറ്റി ആമേൻ, ഹല്ലേലൂയ, ചില ആമേൻ, ഹല്ലേലൂയ, അനുകൂല ഘടകങ്ങളെ ദൈവാത്മാവ് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തോ. ആമേൻ, ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കുടുംബങ്ങൾക്കകത്തിൽ വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ഹല്ലേലൂയ, ഇവര് ആമേൻ, ഈ യോർദാന്റെ മുൻപിൽ ഏലീശ വന്നപ്പോൾ ഇപ്പൊ ഏലീശയ്ക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്നാ, ഏലീശയ്ക്ക് അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങോട്ട് പോയപ്പോൾ ഞാനല്ല ഈ പുതപ്പ് ഉപയോഗിച്ചത്, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ആമേൻ, ഹല്ലേലൂയ, അങ്ങോട്ട് പോയപ്പോൾ ഏലിയ ഉപയോഗിച്ച അതേ ബലം എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് യോർദാനെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പണ്ട് ആമേൻ, ഹല്ലേലൂയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിതാക്കന്മാർ ആരംഭിച്ചപ്പോൾ ആമേൻ, ഹല്ലേലൂയ, പെന്തക്കോസ്തിന്റെ അനുഭവം അവരിൽ വ്യാപരിച്ചപ്പോൾ ഒരനുകൂല ഘടകവും അവർക്കില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ, ഹല്ലേലൂയ, രാജ്യങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഏത് സർക്കാർ ഭരിച്ചാലും ഏത് പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും അതേ അഭിഷേകം ഇന്നും നമ്മളിൽ വ്യാപരിച്ചാൽ മഹാരാഷ്ട്രയെ കീഴ്മേൽ മറിക്കാൻ, ഓ റബാന ഹംഷദന റാന്ധനിയ, ഭാരതത്തെ കീഴ്മേൽ മറിക്കാൻ, ഓ ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന രാജ്യം ഏതുമായിക്കൊള്ളട്ടെ, അവിടുത്തെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ആ സാഹചര്യത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കാത്ത ലെവലിലേക്കൊന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക കേട്ടോ. ആമേൻ, വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആമേൻ, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആമേൻ, ഹല്ലേലൂയ. ഇത് പൈശാചിക മേഖലയെന്ന് മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, സിംഹാസനം ഇട്ടിരിക്കുന്ന മേഖലയാ. പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്ന മേഖലയാ. കുഞ്ഞെ, ദൈവാത്മാവ് അവിടെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ, മൂർച്ചയേറിയ വാളുള്ളവൻ അവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് ശക്തിയില്ല, നിനക്ക് ഇവരോട് പോരാടാൻ കഴിവില്ല, പക്ഷെ നീ എൻ്റെ വചനം കാത്തു. ഇവിടെ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, വചനം കാക്കാൻ ശക്തി വേണ്ട, വചനം കാക്കാൻ ശക്തി വേണ്ട കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിൽ ഒരു തീരുമാനമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും വചനം കാക്കാൻ. ആമേൻ, ഹല്ലേലൂയ. പത്രോസേ, നിന്റെ കഴിവ് കൊണ്ട് കഴിയത്തില്ല. പത്രോസ് കഴിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഇന്ന് ഞാൻ തള്ളിക്കളയുമെന്ന് നീ പറഞ്ഞാലും ഞാൻ തള്ളിക്കളയത്തില്ലെന്നൊക്കെ തീരുമാനത്തോടെ അവിടുന്ന് എഴുന്നേറ്റത്. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആത്മാവ് നിറഞ്ഞ പത്രോസ് ആമേൻ, ഹല്ലേലൂയ, ആരെയും കൂസാതെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടോ? പന്തിരുവരോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടോ? ഇതേ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കും കേട്ടോ. ഹല്ലേലൂയ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രിയിലും ചില അഭിഷക്തരെ ദൈവം ആത്മാവിൽ നിറയ്ക്കുകയാ. ചില അഭിഷക്ത കുടുംബങ്ങളെ ദൈവം ആത്മാവിൽ നിറയ്ക്കുകയാ. ഈ മീറ്റിംഗ് വെറുതെ വെച്ചതല്ല ജോൺസൺ പാസ്റ്റർ. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വെറുതെ ചെലവഴിച്ചതല്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ദൈവം ചില അഭിഷേകത്തോടെ ചിലരെ പുറത്തെടുക്കുകയാ.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കാട്ടിനകത്തിൽ നീ ചെയ്തത് ആരും അറിയത്തില്ല, പക്ഷേ രാമേ, കൊട്ടാരത്തിലേക്ക് നിനക്കൊരു പ്രമോഷൻ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് നാം നോക്കിയിരിക്കുന്ന ചില സാഹചര്യങ്ങളെ നോക്കിയാൽ നമ്മൾ ഈ ദൂത് കേൾക്കുന്നത്, പക്ഷേ ദൈവം നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തെ നോക്കി നാളുകളിലെ കാര്യങ്ങളെ തീരുമാനിക്കാൻ അല്ല കേട്ടോ. ഹല്ലേലൂയ. കൊട്ടാരത്തിനകത്തിലേക്ക് നിന്നെ നയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. 2025 കഴിഞ്ഞ 7 മാസം, ഈ 6 മാസം കഴിഞ്ഞ് 7-ാം മാസം തീരാറാകുന്ന ഈ ദിവസവും ആത്മാവ് പറയുന്നു ഹല്ലേലൂയ, ഇതുവരെയുള്ള സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഇനിയുള്ള മാസങ്ങളിൽ പോകാനല്ല കേട്ടോ. ഹല്ലേലൂയ. ഇനിയുള്ള മാസങ്ങളിൽ ചില വിടുതലുകളിലേക്ക്, ഹല്ലേലൂയ, ചില കൊട്ടാര സമാനമായ അനുഭവങ്ങളിലേക്ക് ആത്മാവ് കൈപിടിച്ച് നടത്തുന്നത് ഇന്ന് രാത്രിയിലും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ വിശ്വസിച്ചോ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോ പൈശാചിക മേഖല ഉള്ളിടത്ത് പോലും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തെ കാക്കാൻ കഴിയുമെന്ന ഹല്ലേലൂയ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ശക്തിക്ക് ആവശ്യമില്ല, നമ്മുടെ മാനുഷിക പൊട്ടൻഷ്യൽ ഒന്നും ആവശ്യമില്ല വചനം കാക്കാൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വചനം കാക്കാൻ മാനസിക പൊട്ടൻഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാത്തവരെ ഒത്തിരി പേര് ഈ വചനം കാത്തിട്ടുള്ളത്. സ്തോത്രം. പൊട്ടൻഷ്യലൊക്കെ കൂടിക്കഴിഞ്ഞാൽ വചനം കാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് കർത്താവിന് അറിയാം. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ ലണ്ടനിൽ എൻ്റെ അനുഭവം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ഹല്ലേലൂയ. ഈ ലണ്ടനിൽ വന്നപ്പോഴും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ട് പേരിനകത്ത് വേറെ ഒന്നും വെക്കത്തില്ല. പ്ലേസ് രാജു എന്ന് മാത്രമേ വെക്കത്തുള്ളൂ. ഹല്ലേലൂയ. പാസ്റ്റൊന്നും വെക്കത്തില്ല, ലണ്ടനും വെക്കത്തില്ല. ഹല്ലേലൂയ. വേറെ ഒന്നും വെക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹല്ലേലൂയ ഇതിനകത്തിലൊന്നും അല്ല കാര്യം. ദൈവം പ്രവർത്തിച്ചാലേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. ഈ ലണ്ടനിൽ വന്നപ്പോഴും നമ്മൾ ഈ ഏരിയ വന്ന പോലെ വന്നേ, വലിയ പ്രതീക്ഷയോടെ വന്നേ. പക്ഷെ വന്നത് സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ വന്ന പോലെ. ഹല്ലേലൂയ. വന്ന് കയറിയപ്പോഴേ മനസ്സിലായേ ഹല്ലേലൂയ, കർത്താവേ, ഇതിലും നല്ല നോർത്ത് ഇന്ത്യ വല്ല സുവിശേഷം ചെയ്യുന്നതായിരുന്നെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നോർത്ത് ഇന്ത്യ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഹല്ലേലൂയ. പല പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളതാണ്. ഹല്ലേലൂയ. പൂനെയിലടക്കം ഞാൻ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അത് ഞാൻ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഈ സാഹചര്യം വെച്ചോണ്ടാ അല്ലേ? ഹല്ലേലൂയ. പക്ഷെ ഇതിനെ കറക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. ജോലി ഇല്ലാത്തവരൊക്കെ എല്ലാ മീറ്റിങ്ങിനും വരും. ഉള്ള കാര്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് 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 ഹല്ലേലൂയ ജോലി കിട്ടും. പിന്നെ ഹല്ലേലൂയ ആഴ്ചകൾ മീറ്റിങ്ങിന് കാണത്തില്ല. സാത്ര 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 സാത്ര. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിയേ മീറ്റ് എല്ലാവരും മൗനമായല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം നിങ്ങൾ മൗനമായെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കുഴപ്പമില്ല. ഹല്ലേലൂയ. ഒന്നും പ്രശ്നമില്ല. ഹല്ലേലൂയ. ദൈവം എല്ലാം അനുകൂലമായിട്ട് ചെയ്യും. പക്ഷേ ഹല്ലേലൂയ നന്മ വരുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ തന്നെ കാണണം. അതാ ദൈവം ആഗ്രഹിക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? നന്മ വരുമ്പോൾ ദൈവത്തിന് അകന്നു പോകരുത്. ഹല്ലേലൂയ. അവിടെയും നമ്മൾ പറയണം. ഞാനിവിടെ വന്നപ്പോൾ ഹല്ലേലൂയ ജോലി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. ഹല്ലേലൂയ. ഇവിടെ പാസ്റ്റർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചില ഇൻ്റർവ്യൂവിനൊക്കെ പോയപ്പോൾ ഹല്ലേലൂയ എന്നോട് ചോദിച്ചു, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ജോലി ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ശനിയാഴ്ച ഞായറാഴ്ച എനിക്ക് പറ്റത്തില്ല. കാരണം ഞാനൊരു പാസ്റ്റർ, അതുകൊണ്ട് എനിക്ക് മീറ്റിങ്ങുകളുണ്ട്. അന്ന് എനിക്ക് ചർച്ചില്ല. ഹല്ലേലൂയ. പക്ഷേ പൊതുവായിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് വിളിക്കുന്നത് ശനിയാഴ്ച ഞായറാഴ്ചയാണ്. അപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകേണ്ടതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് വരാൻ കഴിയത്തില്ല. ശനി ഞായറും എനിക്ക് വരാൻ കഴിയത്തില്ല. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞു, ഓക്കെ ദെൻ we will call you later. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഞാൻ വിചാരിച്ചു ഇപ്പം വിളിക്കുമെന്ന്. പിന്നെ വീട്ടിൽ വന്ന് പ്രിയപ്പെട്ടവരോടൊക്കെ സംസാരിച്ചപ്പോൾ, എനിക്കറിയാവുന്നവരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവർ ഗുഡ് ബൈ പറയാതെ ഹല്ലേലൂയ മാന്യമായിട്ട് പറഞ്ഞയച്ചതിൻ്റെ കാര്യമാണ് പാസ്റ്റർ കേട്ടത്. എല്ലാം പിടി കിട്ടിയോ? ഹല്ലേലൂയ. അവർക്ക് എന്നെ വേണ്ട. കാരണം എന്നാ? അവരുദ്ദേശിക്കുന്നത് എൻ്റെ കൂട്ടായ്മ മുടങ്ങണമെന്നുള്ള. അവരല്ല അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മേഖലയ്ക്ക്. പക്ഷേ ഞാനിത് എൻ്റെ പപ്പയോട് പറഞ്ഞു. പപ്പ പറഞ്ഞു, എടാ നീ ഒരു വാക്കുകൂടെ പറയണ്ടായിരുന്നോ? നീ ശുശ്രൂഷകനായതുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് ഞായറാഴ്ച മീറ്റിംഗ് ഉണ്ട്. ഹല്ലേലൂയ അത് മുടക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നുകൂടെ പറയണമായിരുന്നു. അപ്പോൾ എനിക്കൊരു കുറവ് തോന്നി. കർത്താവേ, ഞാൻ അതുകൂടെ പറയേണ്ടതായിരുന്നു. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുറവുകൾ ഞാൻ സമ്മതിക്കുന്നു. ഹല്ലേലൂയ ക്ഷമിക്കണേ എന്ന് ഞാൻ അന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. ആമേ ഹല്ലേലൂയ. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇന്ന് നമുക്ക് ജോലി വേണം. ആമേ ഹല്ലേലൂയ. നല്ല കാര്യം, ജോലി ദൈവം തരും. പക്ഷെ ജോലി തരുമ്പോഴും കൂട്ടായ്മ മുടക്കാതെ. എൻ്റെ ചർച്ചിനകത്തിൽ അങ്ങനെയുള്ള ഒത്തിരി അമ്മമ്മമാരുണ്ട് കേട്ടോ. ആമേ ഹല്ലേലൂയ. അവരൊക്കെ ഇടുങ്ങി ഞെരുങ്ങിയൊക്കെ കഴിയുന്നേ. ആമേ ഹല്ലേലൂയ. പക്ഷേ അപ്പോഴും അവർ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞായറാഴ്ച കൂട്ടായ്മ മുടക്കിയിട്ട് ആമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ജോലി വേണ്ട, ഞായറാഴ്ച ഇച്ചിലൂടെ സാലറി കൂടുതൽ കിട്ടും. അതിനുവേണ്ടി ഇവിടുത്തെ പാസ്റ്റർ അമ്മമാർ വരെ പറയുന്നൊരു കാര്യമാണ്, പറ്റുവാണെങ്കിൽ ആമേ ഹല്ലേലൂയ പാസ്റ്ററെ ആമേ ഹല്ലേലൂയ 2 ഞായറാഴ്ചയെങ്കിലും ജോലിക്ക് പോകും, 2 ഞായറാഴ്ച വരുന്നുണ്ടല്ലോ ആമേ ഹല്ലേലൂയ. ഞാൻ പറ്റുവാണെങ്കിൽ പറയും ആമേ ഹല്ലേലൂയ 1 ഞായറാഴ്ച പോലും മുടക്കരുതെന്ന്. ആമേൻ ഹല്ലേലൂയ. 1 ഞായറാഴ്ച പോലും മുടക്കരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് ആമേ ഹല്ലേലൂയ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല, ഒരു നഷ്ടവും വരത്തില്ല. ആമേ ഹല്ലേലൂയ. നിങ്ങൾ പോകുന്ന വണ്ടിയുടെ ആമേ ഹല്ലേലൂയ ഒരു പാർട്ട് മാറണമെങ്കിൽ ഒരു ദിവസത്തെ സാലറി പോകത്തില്ലേ? അത് പാർട്ട് മാറാതെ സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലേ? ഹാലേലൂയ, ഹാലേലൂയ. വെല്ലം പൊടി കിട്ടുന്നു. ഞാൻ ഇതാ വെറുതെ പറയുന്നതല്ല. ആമേ ഹല്ലേലൂയ. അനുഭവത്തിൻ്റെ ഏടുകളിൽ നിന്നുകൊണ്ട് പറയാം. ഒറ്റ ടയർ മാറാൻ വേണ്ടി സ്വരുക്കൊട്ടി വെച്ചു. ആമേ ഹല്ലേലൂയ. ഓ പാസ്റ്റർ വന്നപ്പോൾ പാസ്റ്റർക്ക് കൊടുത്തില്ല. ആമേ ഹല്ലേലൂയ. ഉള്ളിൽ ഭയങ്കര പ്രേരണ ഉണ്ടായിരുന്നു കൊടുക്കണമെന്ന്, പക്ഷെ കൊടുത്തില്ല. കാരണം എന്നാ? ടയർ മാറിയേ പറ്റത്തുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് പോകണം, ടയർ മാറിയേ പറ്റത്തുള്ളൂ. ആമേ ഹല്ലേലൂയ. അവിടുത്തെ കാര്യമാണ്. ആമേ ഹല്ലേലൂയ. ടയർ മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒറ്റ ടയറിന് വേണ്ടി വെച്ചിരുന്ന് ആമേ ഹല്ലേലൂയ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആമേ ഹല്ലേലൂയ. കൊടുത്തില്ല. അന്നത്തെ ആഹാരത്തിന് വേണ്ടി ആ പാസ്റ്റർ വന്നതെന്ന് പിന്നീട് എനിക്ക് പിടികിട്ടി. ഞാൻ ആമേ ഹല്ലേലൂയ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ആമേ കാറുമായിട്ട് സ്റ്റേഷനിൽ ചെന്ന് ആമേ സർവീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ആമേ ഹല്ലേലൂയ ബാംഗ്ലൂരിൽ ഓടാൻ ഇത് മതി, പക്ഷെ കേരളത്തിലോട്ട് പോകണമെങ്കിൽ 4 ടയർ മാറിയേ പറ്റത്തുള്ളൂ. ഒറ്റയടിക്ക് പോയില്ലേ കാശ് മൊത്തം? ആമേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രെഡിറ്റ് കാർഡിൻ്റെ കാശ് ആമേ ഹല്ലേലൂയ വീണ്ടും പോയി. വല്ലതും പിടികിട്ടുന്നുണ്ടോ? അന്ന് ഞാൻ തീരുമാനിച്ചു ആമേ ഹല്ലേലൂയ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്രകാരം ചെയ്യണം. ചിലപ്പോൾ ആമേ ഹല്ലേലൂയ വാടക കൊടുക്കാനുള്ള കാശായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തോണം. ഹല്ലേലൂയ. ആത്മാവ് ഉള്ളിൽ പ്രേരണ തന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തോണം. വാടകയ്ക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന മുതലാളിയോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണെന്നേ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളിവിടെ ഈ ലണ്ടനിലൊക്കെ ഒരു ചർച്ച് വാടകയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. കാരണം ഞങ്ങൾ വന്നതേ ഉള്ളൂ, റീസെൻ്റ്ലി വന്നതേ ഉള്ളൂ. വലിയ പഴക്കോ തഴക്കമൊന്നുമില്ല. തഴക്കമുള്ളവർക്ക് കിട്ടുന്നില്ല, പഴക്കമുള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പം പിന്നെ നമുക്ക് കിട്ടുമോ? വേറെ ആമേ ഹല്ലേലൂയ മതക്കാരൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ കൊടുക്കും. അങ്ങനെ നമ്മുടെ മതക്കാരുടെ ഒരു സവിശേഷത. വേറെ മതക്കാർക്കൊക്കെ കൊടുക്കും ഇവിടെ ആമേ ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് തരാൻ പാടാ അവർക്ക്. ആമേ ഹല്ലേലൂയ പലത് നിയമപരമായിട്ട് നമുക്ക് തരത്തുള്ളൂ. ആമേ അതുകൊണ്ട് ആമേ ഹല്ലേലൂയ 3 വർഷത്തിന് മുകളിലായിരിക്കണം, 5 വർഷത്തിന് മുകളിലുള്ള സിറ്റിസൺഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വേണം. ഇതൊക്കെ ഭയങ്കര ആമേ ഹല്ലേലൂയ രീതികളാണ്. പക്ഷേ ഒരു രാത്രിയിൽ ആമേ ഹല്ലേലൂയ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇറങ്ങി സഞ്ചരിക്കാൻ പറഞ്ഞു. ആമേ ഹല്ലേലൂയ. ഞാൻ ഇറങ്ങി നടന്നു. ആമേ ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതൻ ഇതിനകത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് പറഞ്ഞത് എനിക്കൊരു പ്രേരണയായി. ആമേ ഹല്ലേലൂയ. റിജോക്കെ ജോയ് ആമേ ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കൊരു പ്രേരണയായി. ആ ദൈവദാസൻ പറഞ്ഞ അനുസരിച്ച് ആമേ ഹല്ലേലൂയ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. ആമേ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ട് അടുത്ത പ്രഭാതത്തിൽ ആമേ ഹല്ലേലൂയ ഞാൻ ഇറങ്ങി നടന്നു. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ ഒരു ചർച്ച് കണ്ടിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോകാം. ആമേ ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ മെയിൽ അയച്ച് അവരോട് ആമേ ഹല്ലേലൂയ ഇവിടെ നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടൊക്കെ വേണം ആമേൻ ആളുകളെ കാണാൻ ചെല്ലാൻ. ആമേ ഹല്ലേലൂയ. നാട്ടിലെ പോലെ ഇടിച്ചു കയറിയൊന്നും ചെല്ലാൻ പറ്റത്തില്ല. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് നേരത്തെ അവരോടൊന്ന് ഇൻഫോം ചെയ്യണം, അവർ അവൈലബിൾ ആണോ എന്ന് നോക്കണം. ആമേ ഹല്ലേലൂയ. അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അവർ തരുന്ന സ്ലോട്ടിലെ ആ ടൈമിലെ നമുക്ക് അവരെ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, സ്ലോട്ട് ഒരുക്കുന്നൊരു ദൈവം എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി സഞ്ചരിച്ചു, ഇന്ന് വൈകിട്ട് ഞാൻ പോവാ, അച്ഛൻ എൻ്റെ കൂടെ വരാൻ പറ്റുമോ? വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. ആമേ ഹല്ലേലൂയ. അച്ചായൻ അമാന്തിച്ചാണെങ്കിലും വന്നു കേട്ടോ. ആമേ ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ആംഗലേയം അത്ര സെറ്റപ്പ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആ അച്ചാനം കൊണ്ട് ആമേ ഹല്ലേലൂയ അത്യാവശ്യം അദ്ദേഹം ഇവിടുത്തെ സ്ലാങ്ങിലൊക്കെ സംസാരിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിയാണ് ഞാൻ ശ്രമിച്ചത്. മോശ പറഞ്ഞതുപോലെ അഹരോനെയും കൂടെ കൂട്ടത്തിൽ നിർത്തിയതാ. ആമേ ഹല്ലേലൂയ. പലപ്പോഴും അബദ്ധമായിട്ടുണ്ട്, അത് വേറെ കാര്യം. ആമേ ഹല്ലേലൂയ. എങ്കിലും ആമേ ഹല്ലേലൂയ ഞാനവിടെ കൂട്ടത്തിൽ നിർത്തി. ആമേ ഹല്ലേലൂയ. ഇദ്ദേഹത്തെ കൊണ്ട് അവിടെ ചെന്നു. ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ പാഴ്സനേജ് കണ്ടു. ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ ആരെ കാണേണ്ടതെന്ന് അറിയത്തില്ല. അദ്ദേഹം എന്നെ ആമേൻ രൂക്ഷമായി നോക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ ഉത്തരം മുട്ടി നിൽക്കുക. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞത് ആമേ ഹല്ലേലൂയ. ഞാൻ അതിനനുസരിച്ച് അവിടെ ചെന്നത്. ആമേ ഹല്ലേലൂയ. അവിടെ ആ പാഴ്സനേജ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയിട്ടെ. ആമേ ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്നപ്പോൾ അച്ഛൻ കഥ പറഞ്ഞു. ആമേൻ. ഇവിടുത്തെ അച്ഛന്മാരെ ആമേ ഹല്ലേലൂയ അച്ഛനാണെന്ന് തോന്നത്തില്ല കേട്ടോ, വേഷം കണ്ട അച്ഛനാണെന്ന് തോന്നത്തില്ല. രണ്ടും ബ്ലാക്ക്. ആമേ ഹല്ലേലൂയ. രണ്ടും ബ്ലാക്ക്. നമ്മുടെ നാട്ടിലെങ്ങാണോ വലിയ പ്രശ്നമാണ്. ആമേ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, സ്തോത്രം, വലിയ പ്രശ്നം. ആമേ ഹല്ലേലൂയ. ഇവിടുത്തെ അച്ഛൻ ആംഗ്ലിക്കൻ ചർച്ചിലെ അച്ഛൻ ഇറങ്ങി വരുന്നത് ഫുൾ ബ്ലാക്കിൽ
ഫുൾ ബ്ലാക്കിൽ എന്ന് വെച്ചാൽ ഷർട്ടും ബ്ലാക്ക്, പാൻറ്റും ബ്ലാക്ക്. ആമേ ഹല്ലേലൂയ. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു, ഒന്നുകൂടെ വായിച്ചു. ആമേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി പാഴ്സണേജ് തന്നെ. ആമേൻ, ഈ ചർച്ചിൻ്റെ പാഴ്സണേജ് തന്നെ. അപ്പം ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ആർ യു റെവറൻറ്റ്? ആമേ ഹല്ലേലൂയ. യെസ് ആമേ ഹല്ലേലൂയ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു. ആമേ ഹല്ലേലൂയ. ഞാൻ അച്ചായനെ വിളിച്ചു. അച്ഛാ ആമേ വന്നേ, ഇവിടെ അച്ഛനുണ്ടെന്ന് പറഞ്ഞു. ആമേ ഹല്ലേലൂയ. അച്ചായൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ കരാറില്ലാതെ ഒരു കാര്യവും കൊടുക്കത്തില്ല. ഒരു വീട് വാടകയ്ക്ക് വേണമെങ്കിലും കരാർ വേണം. ആമേ ഹല്ലേലൂയ. കരാറില്ലാതെ ഒരു വീടും വാടകയ്ക്ക് കൊടുക്കത്തില്ല. ആമേ ഹല്ലേലൂയ. ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് വരെ കൊടുത്തിട്ടില്ലാത്തൊരു ആമേ ഹല്ലേലൂയ ഒരു ചർച്ച് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അവിടെ, ഞായറാഴ്ച ആർക്കും കൊടുത്തിട്ടില്ല. ആമേ ഹല്ലേലൂയ. ചർച്ചുകൾക്കൊന്നും കൊടുത്തിട്ടില്ല. ആമേ ഹല്ലേലൂയ. ആരാധനകൾക്കൊന്നും കൊടുത്തിട്ടില്ല. മറ്റ് സെറിമണികൾക്കൊന്നും കൊടുത്തിട്ടില്ല. ഈ സ്കൂൾ നടത്തുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെ മാത്രം മതി. ആമേ ഹല്ലേലൂയ. ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഓക്കെ ആമേ ഹല്ലേലൂയ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ തരാം, നോ പ്രോബ്ലം. ആമേ ഹല്ലേലൂയ. വാടക പറഞ്ഞു. ആമേ ഹല്ലേലൂയ. ഞാനപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൂടെ ചോദിച്ചേ. ആമേ ഹല്ലേലൂയ. കരാർ എഴുതുന്നതിന് മുമ്പേ അഡ്വാൻസും എല്ലാം വേണോ? എൻ്റെ കയ്യിൽ അഡ്വാൻസ് ഉണ്ടായിട്ടല്ല, ഞാൻ കൊണ്ടുപോയിട്ടുള്ള അച്ഛൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ആമേ ഹല്ലേലൂയ. ഇത് രണ്ടുപേരും കൂടെ ആമേ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അദ്ദേഹം എന്നോട് ചോദിച്ചു, വെറുതെ നമ്മൾ വടി കൊടുത്ത് അടി മേടിക്കണോ? ആമേ ഹല്ലേലൂയ. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, നാളുകളിൽ വടി കൊടുത്തില്ലല്ലോ, ഇവർക്ക് വടിയുണ്ട്, അവർ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടേണ്ടി വരും. അതിലും നല്ലത് ഇപ്പം വടി കൊടുത്തിട്ട് അടിക്കോ ഇല്ലയോ എന്നൊന്ന് നോക്ക്. ആമേ ഹല്ലേലൂയ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു അദ്ദേഹത്തോട്. ആമേ ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് മലയാളത്തിൽ പറഞ്ഞു. ഇദ്ദേഹം മനസ്സോടെ ചോദിച്ചു, ഞങ്ങൾ ആമേൻ അഡ്വാൻസും എല്ലാം തരണ്ടായോ? ആമേൻ. അതേ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പെന്തക്കോസുകാരല്ലേ? ആമേ ഹല്ലേലൂയ. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ആറിയ പാസ്റ്റർ, ഐ ബിലീവ് യു. ആമേ ഹല്ലേലൂയ. ഐ ഹാവ് ഫെയ്ത്ത് അപ്പോൺ യു. ആമേ ഹല്ലേലൂയ. എന്തോ വല്ലതും പിടികിട്ടിയോ? ആമേ ഹല്ലേലൂയ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻസും കൊടുക്കാതെ, ഒരു കരാറും എഴുതാതെ, ഇന്നും കരാർ എഴുതിയിട്ടില്ല, 1.5 വർഷം കഴിഞ്ഞു, 1 വർഷത്തിന് മേളിലായി. ആമേ ഹല്ലേലൂയ. 1.5 വർഷത്തോളം ആകുന്നു. ആമേ ഹല്ലേലൂയ. ഒരു കരാറും ഇപ്പോഴും എഴുതിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ചോദിക്കുന്ന ദിവസങ്ങളെല്ലാം ആമേ ഹല്ലേലൂയ അവൈലബിൾ ആണെങ്കിൽ ആ ഹോൾ ഞങ്ങൾക്ക് വിട്ടുതരും. ആമേൻ. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. ആമേ ഹല്ലേലൂയ. നിയമത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. നിങ്ങളായിരിക്കുന്ന ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കഥയും കേട്ടോണ്ടിരിക്കാനല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ അനുഭവ കഥ കേട്ടോണ്ടിരിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യേ. ആമേ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വണ്ടിക്കകത്തിൽ അംബാസഡർ കാറിനകത്തിൽ, ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ ഉള്ളപ്പോൾ അംബാസഡർ കാറിനകത്തിൽ ഒരു കോളാമ്പി ബോക്സിനകത്തിൽ വെച്ചുകൊണ്ട് ആമേ ഹല്ലേലൂയ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. ആമേ ഹല്ലേലൂയ. പല്ലിന് വേദന ഉണ്ടെങ്കിൽ പല്ല് വേദനയ്ക്ക്. ആമേ ഹല്ലേലൂയ. കാൽമുട്ട് വേദന ഉണ്ടെങ്കിൽ കാൽമുട്ട് വേദനയ്ക്ക്. എനിക്കറിയത്തില്ല എങ്ങനെ അവർ വിളിച്ചു പറയുന്നതെന്ന്. പക്ഷേ ആമേൻ, ഒരുമാതിരിപ്പെട്ട മെഡിക്കൽ സയൻസിൽ അന്നുണ്ടായിരുന്ന എല്ലാ വാദങ്ങളും പ്രതിവാദങ്ങളും ആമേ ഹല്ലേലൂയ രോഗങ്ങളും പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. ആമേ ഹല്ലേലൂയ. ഒറ്റക്കുഴമ്പ് മതി, ഒറ്റക്കുഴമ്പ്. ആമേ ഹല്ലേലൂയ. കൊട്ടൻ ചുക്കാതിയോ ഏതാണ്ട് ഒരു സാധനം. ആമേ ഹല്ലേലൂയ. ഈ കുഴമ്പ് മതി. 10 രൂപയുടെ ഈ കുപ്പി മേടിച്ച് ആമേ ഹല്ലേലൂയ. ഞങ്ങൾ അമ്മച്ചി ഓടിക്കുമായിരുന്നു. അംബാസഡറിന്റെ പുറകെ ഞാൻ ഓടിയിട്ടുണ്ട്. ആമേ ഹല്ലേലൂയ. ഈ കൊട്ടൻ ചുക്കാതി മേടിക്കും. ആമേ ഹല്ലേലൂയ. അവർ പക്ഷേ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്ക് വേദനയുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ഒരു തുള്ളി എടുത്ത് ആമേ ഹല്ലേലൂയ, പല്ലിനാ വേദനയെങ്കിൽ ആമേ ഹല്ലേലൂയ ഒരു പഞ്ഞിക്കകത്തിൽ ആമേ ഹല്ലേലൂയ ഇച്ചിരി ആമേ ഹല്ലേലൂയ ഒഴിച്ച് ആ പോട്ടുള്ള പല്ലിനകത്തിലേക്ക് വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആമേ ഹല്ലേലൂയ. മുട്ടിനാ വേദനയെങ്കിൽ മുട്ടിലേക്ക് ഇത് ആമേൻ അമർത്തി തിരുമണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തലവേദനയാണെങ്കിൽ ഇരുവശത്തേക്കും ആമേ ഹല്ലേലൂയ അമർത്തി തിരുമിയ ആമേ ഹല്ലേലൂയ പ്രസ് ചെയ്ത് അവിടെ ഒന്ന് എഫക്റ്റീവ് ആക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ആമേ ഹല്ലേലൂയ. ഇത് എത്ര പേർക്ക് വേദന പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആമേ ഹല്ലേലൂയ. അമ്മച്ചിക്കൊക്കെ ഒരു ആശ്വാസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല. ആമേ ഇതിന് മണം കേൾക്കുമ്പോഴേ എനിക്ക് അലർജി ആയിരുന്നു. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഉപയോഗിച്ചിട്ടുള്ളവർ പറഞ്ഞ ചിലർക്കൊക്കെ വിടുതലുണ്ടെന്നാ. ആമേൻ. എനിക്ക് പക്ഷേ ഒരു കാര്യം അറിയാം, അതിന് വിടുതലില്ലെങ്കിലും ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ഇത് ആമേൻ വിടുതൽ തരാതെ പോകത്തില്ല. അതെത്ര സീരിയസ് കേസ് ആണെങ്കിലും, മരിച്ചെന്ന് ലോകം വിധി പറഞ്ഞതാണെങ്കിലും, യെസ് ഇനിയും പുറത്തു വരത്തില്ലെന്ന് ആമേ സഹോദരിമാർ ഒന്നിച്ചു പറഞ്ഞതാണെങ്കിലും, വാടകയെടുക്കുമെന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞതാണെങ്കിലും, കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നോ. ഇന്നു രാത്രി എൻ്റെ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ആത്മാവിൽ അതിനെ തുറക്കാൻ തയ്യാറാകുമെങ്കിൽ ആമേ ഹല്ലേലൂയ. ഓ, നിർജീവത്വം വ്യാപരിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മേഖലകളിൽ പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നവൻ ആത്മാവിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായത്.
ഹല്ലേലൂയ. അപ്പം മുകളിലേക്ക് പോയ മനുഷ്യന് വേണ്ടി താഴേക്ക് വന്ന പുതപ്പ്. ആമേ ഹല്ലേലൂയ. മുകളിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ താഴെ നിന്നവന് വേണ്ടി താഴേക്ക് വരുന്ന ഒരു പുതപ്പ്. ഈ പുതപ്പെടുത്തവൻ ഒരു കാര്യം അറിയാം, ഇത് വെറും പുതപ്പല്ല, അഭിഷേകത്തിന്റെ ശക്തിയായി എന്നിലേക്ക് വന്നത്. ആമേ ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ആമേ ഹല്ലേലൂയ സിമ്പിളായിട്ടൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ ഇത് ആ ആത്മാവിൽ അതിനെ റിസീവ് ചെയ്താൽ ഉണ്ടല്ലോ, ആമേൻ, അസാധാരണമായ പവർ വ്യാപരിക്കും. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്, ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളൊരു കഥയാണ്. ആമേ ഹല്ലേലൂയ. ദീർഘദൂരം യാത്ര ചെയ്ത് ആമേ ഹല്ലേലൂയ ഇവിടെ ടൂറിന് വന്ന ഒരു സഹോദരൻ ഒരിക്കൽ ആമേ ഹല്ലേലൂയ ഒരു മിഷണറിയുടെ ആമേ ഹല്ലേലൂയ വീട്ടിനകത്തിൽ കയറി കഥ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ആ മിഷണറിയുടെ കൂടാരത്തിനകത്തിൽ അവരിങ്ങനെ കയറി ഇറങ്ങി ആമേ ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ നിന്ന് ടൂറിന് വന്നപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയി. ആമേ ഹല്ലേലൂയ അവരൊരുമിച്ച് തിരിച്ചു കയറാൻ ആമേ ഹല്ലേലൂയ ലെക്ചർ പറഞ്ഞപ്പോൾ അവരെല്ലാം തിരിച്ചു കയറി. പക്ഷെ ഒരുത്തനെ മാത്രം കാണുന്നില്ല, ഒരു സ്റ്റുഡന്റിനെ മാത്രം കാണുന്നില്ല. അവരെല്ലാം മരിച്ചു വിറക്കി നോക്കി. അവസാനം അദ്ദേഹത്തെ കണ്ടു. എവിടെയാണെന്നറിയാമോ? ആ ഭക്തൻ ആമേ ഹല്ലേലൂയ ഒരു റൂമിനകത്തിൽ ആമേ ഹല്ലേലൂയ ഇരിക്കുകയാ. ആമേ ഹല്ലേലൂയ മുട്ടുകുത്തി ഇരിക്കുക. ആ മുട്ടുകുത്തി ഇരിക്കുന്നിടത്ത് ഒരു സവിശേഷതയുണ്ട്, അവിടെ കുറച്ച് ഭാഗം കുഴിഞ്ഞിരിക്കുക. ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തെ പറ്റി ആ ലെക്ചർ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കുഴിഞ്ഞത് വെറുതെ കുഴിഞ്ഞതല്ല കേട്ടോ, ഇത് ആമേ ഹല്ലേലൂയ നമ്മുടെ റോഡ് പണിക്കാർ ചെയ്യുന്ന പോലെ പറ്റിയതൊന്നും അല്ല. ആമേ ഹല്ലേലൂയ അതുകൊണ്ട് പറ്റിയതൊന്നും അല്ല. പിന്നെ ആമേ ഹല്ലേലൂയ ഇവിടെ നമ്മൾ വന്ന ഈ വീടിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ആമേ ഹല്ലേലൂയ ജീവിച്ചിരുന്ന ഭക്തനുണ്ടല്ലോ, ആ ഭക്തൻ പ്രാർത്ഥിച്ചപ്പോ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇവിടെ കുഴിഞ്ഞതാ. ആമേ ഹല്ലേലൂയ അവിടേക്ക് ഈ പഠിക്കാൻ വന്ന ആമേ ഹല്ലേലൂയ ഈ സ്റ്റുഡന്റ് കാല് മുട്ടുമടക്കി ആ കുഴിക്കകത്തിലേക്ക് ആ കാൽ മുട്ടുമടക്കി വെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ അദ്ദേഹത്തിൽ വ്യാപരിച്ച ശക്തി എന്നിലേക്കൊന്ന് ഇറങ്ങണമേ. ആമേ ഹല്ലേലൂയ ആ ശക്തി എന്നിലേക്കൊന്ന് വ്യാപരിക്കണമേ. ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടു കൂടി ഈ ദൂതിനെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ലോകത്തെ കീഴ്മേൽ മറിച്ചൊരു സുവിശേഷകൻ അവിടെ നിന്ന് ഊരിത്തിരിഞ്ഞെങ്കിൽ ഇതിനകത്തിലൂടെയും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മഹാരാഷ്ട്രയെ ആമേ ഹല്ലേലൂയ നേടിയെടുക്കാൻ ജോൺസൺ പാസ്റ്ററെ ഒരു അഭിഷേകം നിങ്ങളിൽ തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ആമേ ഹല്ലേലൂയ പിമ്പിരിയിലുള്ള ആമേൻ ഒരു സാധാരണ ഒരു ചർച്ചിന്റെ പാസ്റ്ററാണെന്നാ ചിന്തിക്കുന്നേ. ആമേ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ റബന ഹംഷദന റാന്ധരിയാദന. I am not a prophet, but ആമേ ഹല്ലേലൂയ my God said to me, ആമേ ഹല്ലേലൂയ എൻ്റെ ദൈവം എന്നോട് പറയുന്നു, ഞാൻ പറയുന്നു ആമേ ഹല്ലേലൂയ ഒരു അസാധാരണമായ അഭിഷേകം ദൈവദാസന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ രാജ്യത്തെ ആമേ ഹല്ലേലൂയ സംസ്ഥാനത്തെ ആമേ ഹല്ലേലൂയ പിടിച്ചെടുക്കാൻ ഒരു അഭിഷേകം ദൈവം തന്റെ ഭക്തന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥന വെറുതെ അല്ല, ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആമേ ഹല്ലേലൂയ ആരാധന റബശാദന റഗൽകരാധന ഹല്ലേലൂയ പലതിനെ തിന്നിട്ടുള്ള ആമേ പലതിനെ വിഴുങ്ങിയിട്ടുള്ള ചിലതിനെയൊക്കെ തകർത്ത് കളയാനൊരു അഭിഷേകം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഈ പുതപ്പ് മേടിച്ച ആമേൻ ഹല്ലേലൂയ ഈ ഭക്തന് ആമേൻ ഒരു കാര്യം അറിയാം, എനിക്ക് ഈ യോർദാൻ ഒരു വിഷയമല്ല, യോർദാന്റെ മുൻപിൽ വന്നപ്പോൾ ഏലിയാവ് ചെയ്ത അതേ പ്രവൃത്തി ഈ മനുഷ്യൻ ഇവിടെ ചെയ്തു. ആമേൻ ഹല്ലേലൂയ യോർദാൻ രണ്ടായി മാറിയേ പറ്റത്തുള്ളൂ കേട്ടോ. അഭിഷേകമുള്ളവന്റെ മുൻപിൽ അലറി വിളിക്കുന്ന യോർദാൻ മാറി തന്നിരിക്കും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവന്റെ മുൻപിൽ യോർദാൻ എപ്പോഴും കരകവിഞ്ഞ് ഒഴുകാൻ കഴിയത്തില്ല. അഭിഷേകം വ്യാപരി ജീസസ് നെയിം. ഇന്നലകളിൽ ആമേ ഹല്ലേലൂയ മുൻപിൽ വെല്ലുവിളിച്ച പലതും ആമേ ഹല്ലേലൂയ നീ കാൽ ചവിട്ടുമ്പോൾ തന്നെ ആമേ ഹല്ലേലൂയ മേലൊഴുക്കുകൾ നിൽക്കും. അഭിഷക്തരോട് ആത്മാവ് ദൂരെ കൈമാറുക. ഹല്ലേലൂയ ഞാൻ പേരുകൾ എടുത്തു പറയുന്നില്ല. ആമേ ഹല്ലേലൂയ ആത്മാവ് ഹൃദയത്തിൽ പ്രേരണ തരുന്നവർ റിസീവ് ചെയ്ത് ഏറ്റെടുത്തോണം. ആമേ ഹല്ലേലൂയ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ആമേ ഹല്ലേലൂയ മേലൊഴുക്കുകൾ നിൽക്കുവാനിടയായി തീരും. യെസ് ഹല്ലേലൂയ. ഈ വിടുതൽ ഏറ്റെടുത്ത മനുഷ്യൻ ആമേ ഹല്ലേലൂയ യോർദാനെ അവന് വിഷയമല്ലാത്തത് കൊണ്ട് ആമേ ഹല്ലേലൂയ ഈ മനുഷ്യന്റെ കൂടെയാണ് ഈ ശിഷ്യന്മാർ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർക്ക് ഈ കഥ അറിയാം. നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയത്തില്ലേ? എല്ലാ പാപത്തെയും ജയിച്ചവനല്ലേ നമ്മുടെ കർത്താവ്? എല്ലാ ശാപത്തെയും തകർത്തവന്. കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം കേട്ടു, ഞാനൊന്ന് തരിച്ചു പോയി. ആമേ ഹല്ലേലൂയ ഇദ്ദേഹം ഒരു ശാപമായി മാറുവാണോ എന്ന് ഞാൻ ചിന്തിച്ചു. ആമേ ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ക്രൂശിൽ എല്ലാ ശാപത്തെയും തകർത്തിട്ടില്ലെന്ന് തെറ്റ് പറയരുത് കേട്ടോ. ആമേ ഹല്ലേലൂയ ചിലപ്പോൾ ഇവിടെ പ്രശസ്തനാകാൻ ചിലതൊക്കെ തെറ്റ് പറഞ്ഞാലേ നന്നാകത്തുള്ളെന്നുള്ള ഇപ്പോഴത്തെ ടെക്നോളജി. ആമേ ഹല്ലേലൂയ ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെ. ആമേ ഹല്ലേലൂയ ആ സിസ്റ്റത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കരുത്. ആമേ ഹല്ലേലൂയ സകല പാപത്തെയും കർത്താവ് ക്രൂശിൽ തകർത്തു.
ആമേ ഹല്ലേലൂയ, സകല ശാപത്തെയും ഓ ജീസസ് നെയിം, സകല ശാപത്തെയും ആമേ ഹല്ലേലൂയ കർത്താവ് ക്രൂശിൽ ആമേൻ പരാജയപ്പെടുത്തി കേട്ടോ. ആമേ ഹല്ലേലൂയ, ആ കർത്താവിന് പിന്നാലെ നടക്കുമ്പോൾ ആമേ ഹല്ലേലൂയ ചെറിയ പ്രശ്നത്തെ കണ്ടുകൊണ്ട് നമ്മൾ അമാന്തിച്ച് നിൽക്കരുത്. ആമേൻ, അവൻ ജയിച്ചവനാണെങ്കിൽ അവനോട് കൺവേ ചെയ്യുക. ആമേ ഹല്ലേലൂയ, ഇവിടെ ഈ ശിഷ്യൻ നിലവിളിക്കുക, അയ്യോ ഞാൻ വാടകയ്ക്ക് എടുത്തതാ. ആമേ ഹല്ലേലൂയ, എനിക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു. ആമേൻ, പക്ഷെ എനിക്ക് വാടകയ്ക്ക് കടമെടുത്തതാ. ആമേ ഹല്ലേലൂയ, തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആമേൻ, വി ആർ അക്കൗണ്ടബിൾ കേട്ടോ. ആമേ ഹല്ലേലൂയ, പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഇതൊക്കെ നമ്മുടെ സ്വന്തമാണെന്നാ. മക്കൾ നമ്മുടെ സ്വന്തം, ആമേ ഹല്ലേലൂയ, ചർച്ച് നമ്മുടെ സ്വന്തം, വിശ്വാസികൾ നമ്മുടെ സ്വന്തം, ആമേ ഹല്ലേലൂയ, രാജ്യം നമ്മുടെ സ്വന്തം, ദേശം നമ്മുടെ സ്വന്തം. ആമേ ഹല്ലേലൂയ, ബാങ്കിൽ നിന്ന് ഒരു പേപ്പർ വരട്ടെ അന്നേരം അറിയാം നമ്മുടെ സ്വന്തം അല്ലെന്ന്. ആമേ ഹല്ലേലൂയ, ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കട്ടെ അന്നേരം അറിയാം നമ്മുടെ സ്വന്തമാണോ അല്ലയോ എന്നുള്ളത്. ഹല്ലേലൂയ, വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ, നമ്മൾ പറയുന്നതൊന്നും നമ്മുടെ സ്വന്തം അല്ലെന്നേ. ആമേ ഹല്ലേലൂയ, മക്കൾ നമ്മുടെ സ്വന്തം അല്ല. ദൈവം ഈ ഡെഡിക്കേഷനൊക്കെ പാസ്റ്റർമാർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. നമ്മളത് കഴിഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ കാര്യത്തെ പറ്റി ചിന്തിച്ചോണ്ടാ ഈ മീറ്റിങ്ങിന് ഇരിക്കുന്നത്. ആമേ ഹല്ലേലൂയ, അല്ലേ? കല്യാണത്തിന് ഇരിക്കുമ്പോഴും പാസ്റ്റർമാർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കത്തില്ല. ആമേ ഹല്ലേലൂയ, പിന്നീട് അതിനെ ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്താലും പിന്നെ അത് നമ്മൾ കേൾക്കാനും പറ്റില്ല. കാരണം അന്നത്തേത് കേൾക്കാതിരിക്കാനെന്നാണ് നല്ലതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആമേ ഹല്ലേലൂയ, അന്നൊന്നുകൂടെ ഒന്ന് കേട്ടു നോക്കണം. ആമേ ഹല്ലേലൂയ, കൈ പിടിച്ചിട്ട് നമ്മൾ എന്തോ പറഞ്ഞെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കണം. ഹല്ലേലൂയ, അപ്പോഴേ പിടികിട്ടത്തുള്ളൂ. സ്തോത്രം. ആമേ ഹല്ലേലൂയ. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയാതെ പലപ്പോഴും പറയുന്നത്. ആമേ ഹല്ലേലൂയ, സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഉടവന ഹാംഷദന റാംധരിയ ധനരഘടകടകര അടകധനര ഘടകശംതന. ഓ രക്തം ചെയ്യ, രക്തം ചെയ്യാം. ഹല്ലേലൂയ, തകർച്ചയുള്ള കുടുംബങ്ങൾക്കകത്തിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിക്കുകയാ യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ആമേ ഹല്ലേലൂയ, കുടുംബങ്ങൾ പിരിയാൻ സജ്ജമായി നിൽക്കുന്ന ആമേ ഹല്ലേലൂയ ആരോ ഇതിനകത്തിൽ ആമേ ഉണ്ടെന്ന് ദൈവാത്മാവ് എനിക്ക് പ്രേരണ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ ദൈവമക്കളും അതത് സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ച് ദൈവം യോജിപ്പിച്ചതിനെ, ദൈവം യോജിപ്പിച്ചതിനെ, ദൈവം യോജിപ്പിച്ചതിനെ ഓ ഹല്ലേലൂയ പിരിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് ആമേൻ വീണ്ടും ഉറപ്പിക്കപ്പെടുകയാ യേശുവിൻ നാമത്തിൽ. അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും ഈ പറയുന്നതൊന്നും നമ്മൾ കേൾക്കാനോ ആമേൻ ഹല്ലേലൂയ ആമേൻ അതൊന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടൊന്നും അല്ല നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതൊന്നും, അല്ലേ? നമ്മൾ പലപ്പോഴും റിപ്ലൈ കൊടുക്കുന്നതൊന്നും ശരിക്കും മനസ്സിലാക്കി. കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷാവായി സ്വീകരിച്ചപ്പോൾ നമ്മളെന്താ പറഞ്ഞേ? ആമേൻ ഹല്ലേലൂയ, സകലത്തിലും അങ്ങാണ് ഇനിയും കർത്താവ്, അല്ലേ? ഇന്നും കർത്താവിന് ഫുള്ള് വിട്ടുകൊടുത്തിട്ടുണ്ടോ നമ്മൾ? ഹല്ലേലൂയ, ഇന്നും കർത്താവിന് ഫുള്ള് വിട്ടുകൊടുക്കണ്ട. ആമേൻ ഹല്ലേലൂയ, പലരുടെയും വീടിൻ്റെ മുമ്പിലേ ഉള്ളു കർത്താവ്, അല്ലേ? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു വീടിൻ്റെ ആമേൻ കട്ടളക്കാൽ സാജിസാറിൻ്റെ ഭാഷ പറഞ്ഞ ആ കട്ടളപ്പടിക്ക് അവിടം വരെ കർത്താവിന് സ്ഥാനമുള്ളൂ. അകത്തോട്ട് ഒരു ഇഞ്ച് കാല് വെക്കാൻ സ്ഥലം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് തന്നെ ആമേൻ ഹല്ലേലൂയ, പലപ്പോഴും ഇത് മനസ്സിലാകാതെ നമ്മൾ പറയുന്നേ, അല്ലേ? ആമേൻ ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ പാസ്റ്റർമാർ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ആമേൻ ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ, ഇത് നിങ്ങളുടെ ഒന്നുമല്ല, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതാ. ഹല്ലേലൂയ. അതുകൊണ്ട് അയ്യോവ് ആമേൻ ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി അടുക്കി വെച്ചിട്ട് പറയുന്നത്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാം എന്ന് വെച്ചാൽ ഇത് എൻ്റേതല്ല, ഇത് കർത്താവിൻ്റെതാ. ദൈവം നമുക്ക് തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതല്ല, നമ്മളെ ഏൽപ്പിച്ചതാ. സീരിയസ്നെസ് കുറഞ്ഞു പോകരുത്. ആമേൻ ഹല്ലേലൂയ. വി ആർ അക്കൗണ്ടബിൾ. നമ്മൾ കണക്ക് കൊടുക്കേണ്ടവർ, നമ്മൾ കണക്ക് കൊടുക്കേണ്ടവർ. നമ്മളെ 10 വിശ്വാസികൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ അക്കൗണ്ടബിൾ ഫോർ ദം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ അവർക്ക് വേണ്ടി കണക്ക് കൊടുക്കേണ്ടതാണ്. ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കെയർ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ അതിനനുസരിച്ച് അവരെ ടേക്ക് കെയർ ചെയ്യുവാനിടയായിത്തീരും. ഞാൻ ദൂതിലേക്ക് കടന്നു വരേണ്ടതുകൊണ്ട് വേഗത്തിൽ ഓടുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നു ആമേൻ ഹല്ലേലൂയ കടമെടുത്ത സാധനം, പക്ഷേ ഇത് ആമേൻ ഹല്ലേലൂയ വെള്ളത്തിനകത്തിൽ താണുപോയി. ആമേൻ ഹല്ലേലൂയ. ഒരു ലോഹം വെള്ളത്തിൽ താണുപോയാൽ ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ഉച്ചസ്ഥായിലുള്ള ആമേൻ വ്യക്തികൾ പറയും, ആമേൻ ഹല്ലേലൂയ ഈ ലോഹം പൊങ്ങി വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവർ പറയും. അവർ പറഞ്ഞ ടെക്നോളജി അല്ല കർത്താവ് ഉപയോഗിച്ചു. ഞാനൊരു ഉദാഹരണം പറയാം.
ഇതിനകത്തിലുള്ള എൻ്റെ സ്നേഹിതൻ ബിജോ ജോർജും ഞാനും ഒന്നിച്ച് ഒത്തിരി VBS മിനിസ്ട്രിയിൽ പോയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ മീറ്റിങ്ങിൽ അദ്ദേഹം മുംബൈയിൽ മറ്റൊരു സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഞാൻ ഇച്ചിരി മുമ്പേ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി VBS മിനിസ്ട്രിയിൽ പോയിട്ടുണ്ട്. അതിനകത്തിൽ ഞാനൊരിക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, ചില ക്ലാസ്സുകളിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ, ആ വർഷത്തെ സിലബസിനകത്തിൽ ഈ പാഠം ഉണ്ടായിരുന്നു, ഇതിനെപ്പറ്റി ഒരു പാഠം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പഠിപ്പിക്കാനില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്ടേഴ്സായിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ അവിടുത്തെ കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ, മക്കളെ, ഈ ഹല്ലേലൂയ കോടാലി പൊങ്ങി വന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ഇതിന് എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാവോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിച്ചിട്ടൊരു ഐഡിയ കിട്ടുന്നുണ്ടോ? അതിനകത്തിൽ പല ബിരുദന്മാരുണ്ടായിരുന്നു. 1-2 പേര് പറഞ്ഞ ഉത്തരം ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. ഒരുത്തൻ പറഞ്ഞു, ഹല്ലേലൂയ, നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ ഈസിയാ പാസ്റ്ററങ്ങളെ. ഞാൻ ചോദിച്ചു, എങ്ങനെടാ? ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഹല്ലേലൂയ, ഒരു കാന്തം നല്ലൊരു കയറി കെട്ടിയിട്ട് ഹല്ലേലൂയ വീണടം ആ പുള്ളിക്ക് അറിയാമല്ലോ. ആ പുള്ളി പറഞ്ഞ സ്ഥലത്തോട്ട് ആ കാന്തം അങ്ങ് ഇറക്കണം. ഹല്ലേലൂയ, കാന്തം ഇറക്കിയാൽ ഇത് പൊങ്ങി വരും, കുഴപ്പമില്ല. ഹല്ലേലൂയ, അത്യാവശ്യം മാർക്ക് കൊടുക്കാം. ഹല്ലേലൂയ, 4 മാർക്കാണ് ജയിക്കേണ്ടെങ്കിൽ 6 മാർക്ക് കൊടുക്കാം, ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. ഇന്ന് ഹല്ലേലൂയ ഒന്നും അറിയാത്തവന് A+ കൊടുക്കാമെങ്കിൽ പിന്നെ നമുക്കെന്താ 6 മാർക്ക് കൊടുത്താൽ? ഹല്ലേലൂയ, അല്ലേ? സ്തോത്രം, കൊടുക്കാം. 6 മാർക്ക് കൊടുക്കാം. അടുത്ത വിദ്വാൻ പറഞ്ഞു, ഹല്ലേലൂയ, അങ്ങളെ വേറൊരു മാർഗമുണ്ട്. അത് അവനേതോ കുടുംബത്തിൽ നിന്ന് വരുന്നതാന്ന് തോന്നുന്നു. ഹല്ലേലൂയ, മീൻപിടുത്തക്കാരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു വന്നാന്ന് തോന്നുന്നു. ഹല്ലേലൂയ, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ടത്തിൻ്റെ അടുത്തൊന്നും കണ്ടു വന്ന. ഹല്ലേലൂയ, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നല്ലൊരു മെഷീൻ മേടിച്ച് ഹല്ലേലൂയ മോട്ടർ വെച്ചിട്ട് ഹല്ലേലൂയ വെള്ളം അടിച്ചങ്ങ് കളയണം. അപ്പോൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഇതെവിടാ കിടക്കുന്നതെന്ന് കാണും. കൊടുക്കാവനും 7 മാർക്ക്. ഹല്ലേലൂയ. പക്ഷെ ഇത് വല്ലതും ആണോ ദൈവം ഇവിടെ ചെയ്ത്? അയ്യോ, ഹല്ലേലൂയ. ഇവർക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും ഈ ഏലീശയ്ക്ക് 1 മാർക്ക് കൊടുക്കാനുള്ള വകുപ്പുണ്ടോ നമ്മുടെ നോട്ടത്തിൽ? ഉണ്ടോ? സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു നോക്കി. 1 മാർക്കിനുള്ള വകുപ്പില്ല കേട്ടോ. ഹല്ലേലൂയ. ചിലപ്പോൾ കണ്ണടച്ച് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഹല്ലേലൂയ 1/2 മാർക്കൊക്കെ കിട്ടുമ്പോൾ അത് 1 മാർക്കാക്കി തരും, അല്ലേ? 1 മാർക്കാക്കി തരും. എന്നിട്ട് ടീച്ചർമാർ പ്രത്യേകം പറയും, ഹല്ലേലൂയ, 1 മാർക്കിനുള്ള ഒരു കാര്യമില്ല, പിന്നെ നീ ഇത്രയും മഷി കളഞ്ഞായതുകൊണ്ട് ഞാൻ തന്നതെന്ന് പറയും, അല്ലേ? സ്തോത്രം. നീ ഇത്രയും മഷി കളഞ്ഞത്, ഇത്രയും സമയം കളഞ്ഞതായതുകൊണ്ട് എൻ്റെ ഓഫറാണ് നിനക്ക് 1 മാർക്ക്, നിനക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞതുപോലെ എലീശയുടെ ഈ ഐഡിയ ഹല്ലേലൂയ മാനുഷികമായി പരിഗണനയ്ക്ക് 0 മാർക്ക് കൊടുക്കും. ഹല്ലേലൂയ, ചിലപ്പോൾ ഹല്ലേലൂയ കൊടുക്കുന്ന ടീച്ചറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ ഭാഷയിൽ 1/2 മാർക്കോ 1 മാർക്കോ കൊടുത്തെന്ന് വന്നേക്കാം. പക്ഷെ ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഭോഷത്വം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. കണ്ടോ ഒരു ലോഹം പൊങ്ങി വരാൻ ഒരു കമ്പ് കോല് വെട്ടിയിട്ടപ്പോൾ ഹല്ലേലൂയ ആ ലോഹം പൊങ്ങി വരുന്നതിന് കാരണം ഹല്ലേലൂയ കമ്പിൻ്റെ സവിശേഷതയല്ല കേട്ടോ. ഇന്ന് രാത്രി സംസാരിക്കുന്ന ബ്ലേസ് രാജുവിൻ്റെ സവിശേഷതയല്ല. ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ ശക്തി ഹല്ലേലൂയ ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഞാനത് വിശ്വസിക്കുന്നു. എത്ര കട്ടിയുള്ള വിഷയമാണെങ്കിലും ഹല്ലേലൂയ, എത്ര ആഴത്തിൽ പോയതാണെങ്കിലും ഹല്ലേലൂയ, റാദാന റാം ഷാദന റാം ദരിയാദന, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തോടെ ഞാൻ ഈ ദൂത് കൈമാറുക. ആഴങ്ങളിൽ കിടക്കുന്ന ചിലതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ട ചില കൃപാവരങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ്. എനിക്കറിയത്തില്ല, ഇവിടുത്തെ സമയത്തിനനുസരിച്ച് ഞാൻ പാസ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് മെസ്സേജ് ടു മീ. ഹല്ലേലൂയ, പാസ്റ്ററിനോട് എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവാത്മാവ് നടത്തുന്നത് പോലെ പോണേ. എന്നെ ദൈവാത്മാവ് നടത്തുന്ന പോലെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ രാത്രിയാവും ചിലപ്പോൾ അവിടെ നിൽക്കാൻ. അതുകൊണ്ട് പ്ലീസ് ഹല്ലേലൂയ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടണം. എനിക്ക് ഇവിടുത്തെ ടൈം ഞാൻ വരുത്തി വെച്ചിട്ടില്ല, സോറി. ഹല്ലേലൂയ, ഇവിടുത്തെ സമയം മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇവിടുത്തെ സമയം 5:30 ആയിട്ടുള്ളൂ, വൈകിട്ട് 5:30 ആയിട്ടുള്ളൂ. ഹല്ലേലൂയ, ഞങ്ങൾ 9 മണിയും 10 മണിയൊക്കെ ആകുമ്പോഴേ മീറ്റിംഗ് നടത്തുന്നത്. ഹല്ലേലൂയ, അവിടുത്തെ 9 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു, 10 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ടൈം എനിക്കൊന്ന് മെസ്സേജ് അയച്ചേക്കണം. ഹല്ലേലൂയ. സോ ഹല്ലേലൂയ, ഞാനിവിടെ ഹല്ലേലൂയ ഈ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ ഭോഷത്വം കാണുന്നുണ്ടോ? ഹല്ലേലൂയ, ഒരു കോല് മുകളിൽ കിടക്കുന്നു. ഹല്ലേലൂയ, കോടാലി താഴെ കിടക്കുന്നു, ലോഹം താഴെ കിടക്കുന്നു, വെയിറ്റ് ഉള്ളത് താഴെ കിടക്കുന്നു. വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് പറയുന്നു ഹല്ലേലൂയ പൊക്കത്തില്ല. ഹല്ലേലൂയ, ചേറ് ചിലപ്പോൾ അടിയിലുണ്ടാകും. കാരണം ഇത് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ, കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാൻ,
ചേറിനകത്തിൽ പൂണ്ട് കിടന്നുകൊണ്ട് ലോഹം മുകളിലേക്ക് പറയുന്നൊരു കാര്യമുണ്ട്, സാഹചര്യം പറയുന്നൊരു കാര്യമുണ്ട്. ആമേ ഹല്ലേലൂയ, നിന്നെ പൊക്കത്തില്ല, നിന്നെ ഉയർത്തത്തില്ല. പക്ഷെ മുകളിൽ കിടക്കുന്ന കമ്പ്, ആമേൻ, എറിഞ്ഞവൻ പറഞ്ഞൊരു ദൂതുണ്ട്. ആമേ ഹല്ലേലൂയ, ഈ കമ്പ് മതി നീ പൊങ്ങി വരാ. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ടിട്ടുള്ള അതേ വചനമാ നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആമേ ഹല്ലേലൂയ. പക്ഷേ അയച്ചവൻ പറയുന്നു, ആമേ ഹല്ലേലൂയ, ഇത് ചിലതിനെ പൊക്കിക്കൊണ്ടുവരും. ആമേ ഹല്ലേലൂയ. ഇന്നലെ ഒഴിച്ച അതേ വെള്ളമാ ഈ ആമേ ഹല്ലേലൂയ ഇന്നും കർത്താവ് പറഞ്ഞിട്ട് ഒഴിച്ചത്. പക്ഷേ ആമേ കോരി വീഴുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞവൻ ആമേൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഹല്ലേലൂയ, ഓ ഇന്ന് വരെ കുടിച്ചിട്ടില്ലാത്ത മേത്തരമായത് ആമേ ഹല്ലേലൂയ വിരുന്നുവാഴിക്ക് തോന്നത്തക്ക വിധത്തിൽ അഭിഷേകത്തോടെ അതിനകത്തിൽ വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. ദൈവത്തിന്റെ ഭോഷത്വം, ദൈവത്തിന്റെ ഭോഷത്വം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് ഈ വിടുതലിനെ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് പൊങ്ങി വരുന്ന രാത്രിയാ, നഷ്ടപ്പെട്ട ചിലത് മടക്കി കിട്ടുന്ന രാത്രിയാ. അഭിഷേകത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയുടെ വരങ്ങൾ ഉള്ളവർ ഇതിനകത്തിൽ നഷ്ടപ്പെട്ടവരുണ്ട്, പ്രവചന വരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, ശുശ്രൂഷയുടെ തലങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് അതിനെ പൊക്കിക്കൊണ്ടുവരുന്ന രാത്രിയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആത്മാവിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്തോ. ഹല്ലേലൂയ. ഇവിടെ സമയം അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. കർത്തദാസൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ മെസ്സേജിന്റെ കൺക്ലൂഷനിലേക്ക് പോകുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. ഓ, ഇവിടെ കർത്താവിന്റെ ആത്മാവ് വചനത്തിനകത്തിൽ പറഞ്ഞിരിക്കുക, ദൈവത്തിന്റെ ഭോഷത്വം. എന്നാ ഇവിടെ പറഞ്ഞതിന്റെ സാഹചര്യം എന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ലോകം പറയുന്നു ക്രൂശ് പരാജയമാണ്, ലോകം പറയുന്നു ക്രൂശീകരണം പരാജയപ്പെട്ടവൻ്റെതാണ്, ആമേൻ, ഹല്ലേലൂയ, ശാപത്തിൻ്റെതാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ക്രൂശ് നശിക്കപ്പെട്ടവർക്ക് ശാപത്തിന്റെ ആയിരിക്കാം, പക്ഷേ ആമേൻ, ഹല്ലേലൂയ, രക്ഷ പ്രാപിക്കുന്നവർക്ക് ഇത് വിടുതലിന്റെ കേട്ടോ. ഹല്ലേലൂയ. ഈ ആമേൻ മീറ്റിംഗിന്റെ അവസാന രാത്രി ഞാനിവിടെ ഉയർത്തുന്നത് ആമേൻ, ഹല്ലേലൂയ, ഒരു രാജ്യത്തിന്റെ നാമമല്ല കേട്ടോ. ആമേൻ, ഹല്ലേലൂയ, ഒരു വ്യക്തിയുടെ നാമമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നാമമല്ല, സർവ്വ ലോകത്തിന്റെയും ചരാചരങ്ങളുടെയും സൃഷ്ടിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുകയാണ്. ആ ക്രൂശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഈ ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, പക്ഷേ ആമേൻ, ഹല്ലേലൂയ, രക്ഷപ്പെടുവാനുള്ള സുവർണ അവസരം. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ആളുകൾ വിഷസർപ്പത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, കൊത്തേറ്റ് ആമേൻ, ഹല്ലേലൂയ, അതിന്റെ ആമേൻ, ഹല്ലേലൂയ, വിഷമേറ്റ് തകർന്ന് തരിപ്പണമാകുമ്പോൾ ജീവനോടെ ആമേൻ, ഹല്ലേലൂയ, ആ വിഷം ശിരകളിലേക്ക് ഉയരുമ്പോൾ തന്നെ പിച്ചള സർപ്പത്തെ മോശ ഉയർത്തിയ ഭാഗത്തേക്ക് നോക്കുന്നവർ ജീവനിലേക്ക് നടന്നടുത്തതുപോലെ ഇന്ന് രാത്രി ഈ ആമേൻ, ഹല്ലേലൂയ, കാലത്തിന്റെ അവസാന സമയങ്ങളിൽ നിന്നുകൊണ്ട് ആത്മാവ് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ദൂത് കൈമാറുകയാ. This is the last moment of the last time. So ആമേൻ, ഹല്ലേലൂയ, ഇതാണ് സുവർണ അവസരം. മടങ്ങി വരിക. ക്രൂശ് വിടുതലിന്റെയാണ്. ജീസസ്. ഹല്ലേലൂയ. ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ രാത്രിയിൽ ഞാൻ വീണ്ടും ഉയർത്തിക്കാട്ടുന്നു. ഇത് ഭോഷത്വമല്ല കേട്ടോ. ഹല്ലേലൂയ. നോഹ ആമേൻ പ്രളയത്തിന് മുൻപ് വിളിച്ചു പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, കേറിക്കോ കേറിക്കോ. ആമേൻ, ലോകം മുഴുവൻ പറഞ്ഞു പൊട്ടത്തരം കാണിക്കല്ലേ, ഇവിടെ ആമേൻ, ഹല്ലേലൂയ, കടൽ കയറി വരത്തില്ല, ഇവിടെ വെള്ളം വരാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, കേറിക്കോ കേറിക്കോ, മഴ വരുന്നു. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, പാപത്തിൽ വിരഞ്ഞോടരുതിനിയോ, തിരിച്ചു വാ, മടങ്ങി വാ, മടങ്ങി വാ, മടങ്ങി വാ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വരവിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒരുക്കട്ടെ. മാറാനാഥ, ഗോഡ് ബ്ലസ് യു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ മടക്കി പ്രാപിക്കാൻ ആമേൻ പ്രാർത്ഥന മുറിക്കകത്തിൽ കയറുക, നിലവിളിക്കുക. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ടതൊക്കെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവം മടക്കി തരും. ആമേൻ. അതിനപ്പുറത്ത് ഒരു ക്രൂശ് നമുക്ക് വേണ്ടിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതിനപ്പുറത്ത് ഒരു ക്രൂശ് നമുക്ക് വേണ്ടിയുണ്ട്. അവിടെ ഉയർത്തപ്പെട്ട കർത്താവ് ഇനി ക്രൂശിതനാകാനല്ല വരുന്നത്, തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വിശുദ്ധിയോടെ വേർപാടോടെ അഭിഷേകത്തോടെ കാത്തിരിക്കുന്ന തന്റെ ഭക്തരെ ചേർക്കാൻ എന്റെ കർത്താവ് മടങ്ങി വരുന്നു. ആ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അതിനായി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ നല്ല ശബ്ദങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഹല്ലേലൂയ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോടും ഇടപെടുവാൻ ഇടയത്തുന്നല്ലോ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും
ദൈവത്തിന്റെ ബലഹീന ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്ന വചനത്തിന്റെ വെളിപ്പാട് കൊണ്ട് ഹല്ലേലൂയ അതിശക്തമായ ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി ദൈവദാസനോട് കേട്ടിരിക്കുകയാണ്. അത് ലോകം പറയും അസാധ്യമാണെന്ന്, സംഭവിക്കത്തില്ല എന്ന്. ഹല്ലേലൂയ. ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തെ പോലും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ഹല്ലേലൂയ. ഒരിക്കലും വെള്ളത്തിൽ താണുപോയ ഒരു ഹല്ലേലൂയ ഒരു ഇരുമ്പ് കഷ്ണം ഒരിക്കലും ഉയർന്നു വരത്തില്ല. സ്തോത്രം. അത് ഉയർന്നു വരണമെങ്കിൽ ശാസ്ത്രീയമായ പല വശങ്ങളുണ്ടെന്നാൽ ഒരു മരക്കമ്പിന്റെ മുൻപിൽ അതൊക്കെ ഉയർന്നു വന്നെങ്കിൽ അതിന്റെ പിറകിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി വലുതാണ്. ഇന്ന് രാത്രിക്കാർ ദൈവദാസന്മാരെ ദൈവദാസിമാരെ ഹല്ലേലൂയ അതേ സ്തോത്രം ഹല്ലേലൂയ അതേ വൈദ്യശാസ്ത്രം ലോകത്തിന്റെ ശാസ്ത്രം ഹല്ലേലൂയ മറ്റു പലതും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ജനത്തെ ഹല്ലേലൂയ അതേ സ്തോത്രം അതേ നിരാശയിലേക്ക് മേലേക്ക് വരുത്തുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ അതേ നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. അത് ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് മാത്രമാണ്. ഹല്ലേലൂയ. അതേ ക്രൂശ് ഹല്ലേലൂയ അതേ സ്തോത്രം പരാജയമല്ല, ജയത്തിന്റെ ഇടമാണ്. ഹല്ലേലൂയ അതേ സ്തോത്രം. കാരണം നമ്മുടെ കർത്താവ് ജയിച്ചവനാ, അവൻ ജയാളിയ. ഹല്ലേലൂയ. അവൻ മരണത്തെയും പാപത്തെയും ലോകത്തെയും പിശാചിനെ ജയിച്ചവനാ. അവൻ ഇന്നും ജയാളിയായി നിൽക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആകയാൽ രാത്രികാലം ജയാളിയായവന്റെ വചനത്തുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ഈ രാത്രി ദൈവത്തിന്റെ വചനം നമ്മോട് ഷെയർ ചെയ്ത തരാസ് പ്ലേസ് രാജു നന്ദി നമുക്കറിയാം. ഹല്ലേലൂയ. കഴിഞ്ഞ 6 ദിവസമായി തുടർച്ചയായി ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ അതേ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ അതേ ദിവസം കേട്ട വചനങ്ങൾ മുഴുവനും അത് വലിയ അനുഗ്രഹമായി തിരുവാണ്ടിയൊക്കെ മാറാം. ദൈവത്തിലേക്ക് കേൾപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം ദയവായി. ഹാലിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രിയ പാസ്റ്റർ ജോർജ് ചാക്കോ ദയവായി ശബ്ദമുയർത്തി കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കുമല്ലോ. ജോർജ് ചാക്കോ. ദാദാസം പ്രിയ പാസ്റ്റർ ജോർജ് ചാക്കോ ദയവായി പ്രാർത്ഥിക്കും. ചാക്കോച്ചാൻ കേൾക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ കേൾപ്പിക്കാം. മഹാപരിശുദ്ധനും നിത്യം നീതിമാനുമായ ഞങ്ങളുടെ കർത്താവെ, വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുത്തെ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും അധികമാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥി തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിന് സല്ലായിരിക്കുവാനും പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രി ധനദാസനോട് ഞങ്ങൾ കേൾപ്പിച്ച ആ നല്ല സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നെന്ന വചനം കൊണ്ട് കർത്താവ് ഇന്ന് രാത്രി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോടും സഭ സംസാരിച്ച സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ഉയർത്തപ്പെട്ട കർത്താവിന്റെ നാമത്തെ പിന്നെയും ഉയർത്തുവാൻ, ഹല്ലേലൂയ, കർത്താവിന്റെ നാമത്തെ ജയാളിയായ യേശുവിനെ ഉയർത്തുവാൻ,
ഹല്ലേലൂയ. അതേ സ്തോത്രം, ഇന്നും ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് മധ്യസ്ഥം അണയ്ക്കുന്ന കർത്താവിനെ ഉയർത്തുവാൻ ലഭിച്ച ആ നല്ല സമയത്തിനായി ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. അതിന് സംസാരിച്ച അങ്ങനെ വിലപ്പെട്ടവനായി സ്തോത്രം. അധികാരത്തോടെ അഭിഷേകത്തോടെ പിന്നെയും ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾ പ്രയോജനവാനായി നിർത്തുന്ന ആ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദൂത് കേട്ട സകല ജനത്തെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഏവരെയും അനുഗ്രഹിക്കുമാറാകണമേ, കൃപയോടെ 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 നിർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കർത്താവെ ഹല്ലേലൂയ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവെ ഹല്ലേലൂയ അത് തിരുമുമ്പിൽ ചിലവഴിച്ച സമയങ്ങൾ മുഴുവനും കർത്താവെ ഹല്ലേലൂയ വലിയ ഉത്സവത്തിന് പ്രതിനിധിയായി പരിശുദ്ധാത്മാവ് ഓരോ ഹല്ലേലൂയ അത് ഹൃദയത്തിലും കോരിയിട്ട ദൈവവചനത്തിന്റെ നല്ല മർമ്മങ്ങൾക്കായി സ്തോത്രം. അവിടുന്ന് കേൾപ്പിച്ച ദൂതുകൾക്കായി സ്തോത്രം, ശബ്ദങ്ങൾക്കായി സ്തോത്രം, അയച്ച സൗഖ്യങ്ങൾക്കായി സ്തോത്രം, ദൈവിക വിടുതലുകൾക്കായി സ്തോത്രം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ തന്റെ വചനത്തെ ഉറപ്പിച്ചു വായിക്കുന്ന പോലെ കർത്താവേ, അവിടുത്തെ വചനത്തെ ഉറപ്പിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്ത എല്ലാ ദൈവജനത്തെയും ഒരുമിച്ച് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. വാത്സല്യ ദൈവസഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കുക മാതൃകമാറാകണമേ. ഈ രാത്രി നല്ല ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഞങ്ങൾ കടന്നു പോകട്ടെ. കർത്താവ് അടുത്ത ദിവസത്തെ ആരാധന കൂട്ടായ്മ അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹമായി തീർക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലത്തോടെ പോക എന്ന് പറഞ്ഞ ആത്മാവ് ഞങ്ങൾ പറഞ്ഞയക്കണം. പ്രാർത്ഥകട്ടായി സ്തോത്രം. സർവ്വപടികൾക്കായി ജന്മച്ച ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം തോന്നി കേട്ട് ഉത്തരം തരുമാറാൻ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്കുകൾ നന്ദി വചനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചന നല്ല സാക്ഷ്യത്തെ ദാദാസൻ പ്രിയ ബ്ലേസ്ഡ് നന്ദിയെ ഹല്ലേലൂയ ഈ തരണത്തിൽ എന്റെ വ്യക്തിപരമായ പേരിലും ദൈവസഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. കർത്താസ് ദൈവനാമം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ശക്തമേറി സമയങ്ങൾ പോയതുപോലെ അറിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് വളരെ ആഴത്തിൽ ഹൃദയങ്ങൾ സംസാരിച്ചു. അതേ ശക്തമായ ദൈവിക ദൂതുകൾ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്തല്ലോ. ദേവദാസ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ശുശ്രൂഷകളെയും തന്റെ പ്രവർത്തനങ്ങളെയും ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. അല്പം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഞങ്ങൾക്ക് വന്നു, അതുകൊണ്ടാണ് വട്ടം ചെലിൻസ് വരുന്നത്. ലാപ്ടോപ്പ് ഒക്കെ ഓഫായി പോയി. എങ്കിലും സാഹചര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. അതേ സ്തോത്രത്തെ കർത്താവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഹല്ലേലൂയ നടന്ന മീറ്റിംഗിൽ സംബന്ധിച്ച് ഹല്ലേലൂയ 3 നേരം ഏർലി മോർണിംഗ് സെഷൻസ്, അതുപോലെ പകൽ നേരത്തെ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന സമയങ്ങൾ, അതുപോലെ തന്നെ ഈവനിങ് ഈ മീറ്റിങ്ങളൊക്കെ വന്ന് പങ്കെടുത്ത ഈ പങ്കേറുന്ന എല്ലാവരെയും എല്ലാ കർദാസുദാസന്മാരെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും അതേ സ്വത്രം എന്റെ ഹൃദയത്തിൽ നിന്നൊരു നന്ദി അറിയിക്കുക. നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഈ കേട്ട ദൂതുകളൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ.